ഹായ് ഓൾ, വെൽക്കം ടു വൺസ്. നമ്മൾ KTU കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി സെമസ്റ്റർ 4-ൽ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ യൂണിവേഴ്സിറ്റി പേപ്പറിൻ്റെ സൊല്യൂഷനാണ് നമ്മൾ നടത്തുന്നത്. ഓക്കെ, സോ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ സൊല്യൂഷൻ പ്രോഗ്രാം ഫോർ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് മൊഡ്യൂൾ 1 നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വി ആർ ഗോയിങ് ടു ഡിസ്കസ് മൊഡ്യൂൾ നമ്പർ 2. ഓക്കെ അല്ലേ? യെസ്, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം നമുക്ക്. ഫസ്റ്റ് നമ്പർ ക്വസ്റ്റ്യൻ അല്ലെ, നമുക്കറിയാം പാർട്ട് എയിൽ 3 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻസ്, പാർട്ട് ബിയിൽ 14 മാർക്കിൻ്റെ 2 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ചോയ്സ് ആണ്, നിങ്ങൾക്ക് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി, നമ്മൾ രണ്ടും ചെയ്യും. ക്വസ്റ്റ്യൻ നമ്പർ 3, ഡിഫൈൻ ലിക്വിഡിറ്റി ഇൻഡെക്സ്, കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആൻഡ് ഫ്ലോ ഇൻഡെക്സ് ആണ്. ക്ലിയർ അല്ലേ? യെസ്, സോ നമുക്ക് ഓരോന്ന് ഡിഫൈൻ ചെയ്യുക, ഓരോന്ന് ഡിഫൈൻ ചെയ്താൽ ഓരോ മാർക്ക്. ക്ലിയർ അല്ലേ? യെസ്, മനസ്സിലാക്കാൻ ശ്രമിക്കുക. വാട്ട് ഈസ് കൺസിസ്റ്റൻസി ഇൻഡെക്സ്? ആദ്യം നമുക്ക് യെസ് ഫസ്റ്റ് ഡിഫൈൻ കൺസിസ്റ്റൻസി ഇൻഡെക്സ് ആണ്. ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ. അതിനെ നമ്മൾ റിലേറ്റീവ് കൺസിസ്റ്റൻസി എന്നും പറയും, ഓർ അതർ പേരെന്താണ്? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് റിലേറ്റീവ് കൺസിസ്റ്റൻസി എന്നും പറയാറുണ്ട്. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് ഓൾസോ ടേംഡ് ആസ് റിലേറ്റീവ് കൺസിസ്റ്റൻസി. എന്താണ് സാധനം? യെസ്, നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനേഷൻ എഴുതാം. ഡയറക്റ്റ് ഡെഫിനേഷൻ തന്നെയാണ് അതിൻ്റെ, ഇക്വേഷൻ തന്നെയാണ് അതിൻ്റെ ഡെഫിനേഷനും. ഓക്കെ, സോ ലെറ്റ് മീ ചെക്ക് എത്രയാണ് അതിൻ്റെ മാർക്ക് എന്ന് നോക്കട്ടെ. 1 മാർക്കാണ്. യെസ്, 1 മാർക്ക് ഫോർ ഈച്ച് ഡെഫിനേഷനാണ്. ഓക്കെ, 1 മാർക്ക് ഫോർ ഈച്ച് ഡെഫിനേഷൻ, അങ്ങനെയാണ് ഇതിൽ കാണുന്നത്. യെസ്, സോ യു ക്യാൻ സീ ഹിയർ. വെയിറ്റ്. യെസ്, നിങ്ങൾക്ക് ഇവിടെ കാണാം കൺസിസ്റ്റൻറ്റ് ഇൻഡെക്സ് IC എന്താണ്? IC ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ WL മൈനസ് W ലിക്വിഡിറ്റി ലിമിറ്റ് മൈനസ് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഡിവൈഡ് ബൈ IP എന്നാണ് ഇക്വേഷൻ. ക്ലിയർ? കൺസിസ്റ്റൻസി ഇൻഡെക്സ് ഈസ് ഈക്വൽ ടു, എങ്ങനെ എഴുതണം? നിങ്ങൾ ഇക്വേഷൻ എന്തായാലും എഴുതണം, നിർബന്ധമാണ്. ഡയലോഗിൽ എങ്ങനെ എഴുതുന്നുണ്ട്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ടു ദ പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ആണ്. നമുക്കറിയാം പ്ലാസ്റ്റിസിറ്റി ഇൻഡെക്സ് ഈസ് ഈക്വൽ എന്താണ്? യെസ്, IC ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, WL മൈനസ് W ഡിവൈഡ് ബൈ WL മൈനസ് WP ആണ്. കാരണം IP എന്ന് പറഞ്ഞാൽ എന്താണ്? WL മൈനസ് WP ആണ്. ക്ലിയർ? യെസ്, ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് ആണ്, ഇത് എഴുതിയാൽ മതി. ഓക്കെ, ഇതാണ് ഇക്വേഷൻ ഫോമിൽ എഴുതേണ്ടത്. യെസ്, WL എന്താണ്? ദാറ്റ് ഈസ് എ ലിക്വിഡ് ലിമിറ്റ്. ഇറ്റ് ഈസ് എ ലിക്വിഡ് ലിമിറ്റ്, നമുക്കറിയാം. ആൻഡ് WP എന്താണ്? ദാറ്റ് ഈസ് എ പ്ലാസ്റ്റിക് ലിമിറ്റ്, നമുക്കറിയാം. ഓക്കെ, പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ആൻഡ് W എന്താണ്? നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ? സോ ദാറ്റ് ഈസ് എ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ആണ്. ഓക്കെ, അതെങ്കിൽ എക്സിസ്റ്റിംഗ് വാട്ടർ കണ്ടന്റ് ഓഫ് ദ വാട്ടർ ആണ്, ഓഫ് ദ സോയിലാണ്. ഇനി ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ്? നോക്കിയേ, ഫസ്റ്റ് നമുക്ക് ഓരോ വാല്യൂ കൊടുത്തു നോക്കാം. ലെറ്റ്സ് സേ ഇഫ് നിങ്ങളുടെ എക്സിസ്റ്റിംഗ് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ ലിക്വിഡ് ലിമിറ്റ് ആണെങ്കിൽ എന്താണ്? അല്ലെ, WL മൈനസ് W അല്ലേ? ഇക്വേഷൻ എന്താണ്? WL മൈനസ് W ആണ്. നിങ്ങൾ ഇക്വേഷൻ എഴുതണം, വേരിയബിൾ എഴുതണം, എന്നിട്ട് അതിനെ ഡയലോഗിലും കൂടി പറയാം. എന്താണ്? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് ദ ഡിഫറൻസ് ഇൻ ദ ലിക്വിഡ് ലിമിറ്റ് ആൻഡ് നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ടു ദ ഡിഫറൻസ് ഇൻ ദ ലിക്വിഡ് ലിമിറ്റ് ടു ദ പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ക്ലിയർ അല്ലേ? അങ്ങനെയൊക്കെ എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ഇനി ഇതിന്റെ സിഗ്നിഫിക്കൻസ് നോക്കാം, നമുക്ക് ഈ കാര്യം ഒന്ന് മനസ്സിലാക്കാം. എന്താണ് കൺസിസ്റ്റൻസി ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് W ഗ്രേറ്റർ ദാൻ WL ആണ്. വാട്ടർ കണ്ടന്റ്, എക്സിസ്റ്റിംഗ് വാട്ടർ കണ്ടന്റ് ലിക്വിഡ് ലിമിറ്റിനെക്കാളും കൂടുതലാണെങ്കിൽ സോയിലിന്റെ അവസ്ഥ എന്തായിരിക്കും? സോയിൽ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ആണ് അല്ലേ? സോയിൽ ഈസ് ഇൻ ലിക്വിഡ് സ്റ്റേറ്റിലാണ് അല്ലേ? തീർച്ചയായിട്ടും W ഈസ് ഗ്രേറ്റർ ദാൻ WL ആണ്. സോയിൽ എവിടെയുള്ളത്? സോയിൽ ചളി രൂപത്തിലാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ICന്റെ വാല്യൂ എന്തായിരിക്കും? സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ആൻഡ് ഫൈൻഡ് ഔട്ട് IC വിൽ ബി ഈക്വൽ എന്തായിരിക്കും? നോക്കിയേ, WL മൈനസ് W ആണ്. ആൻഡ് ഹിയർ W ഈസ് ഗ്രേറ്റർ ദാൻ WL. സോ IC എന്തായിരിക്കും? IC ഒരു നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? യെസ്, ഇനി നമുക്ക് എന്ത് ചെയ്യാം? വാട്ടർ കണ്ടന്റിനെ കുറച്ച് വരാം. അതായത് നൗ ദ വാട്ടർ കണ്ടന്റ് ഈസ് ബിറ്റ്വീൻ, വാട്ടർ കണ്ടന്റ് ഈസ് എത്രയാണ്? ഗ്രേറ്റർ ദാൻ WP ആണ്, ബട്ട് ലെസ് ദാൻ എന്താണ്? WL ആണ്. അതായത് ലിക്വിഡ് ലിമിറ്റിനെക്കാളും കുറവാണ്, പക്ഷേ പ്ലാസ്റ്റിക് ലിമിറ്റിനേക്കാളും കൂടുതലാണ്. സോ ഇപ്പോൾ എന്ത് പറയാം? ദ സോയിൽ ഈസ് ഇൻ പ്ലാസ്റ്റിക് സ്റ്റേറ്റിലാണ്. ഓക്കെ, സോയിൽ ഇപ്പം എന്താണ്? കുറച്ചുകൂടി ഒന്ന് സ്ട്രെങ്ത് കൂടി. ഈ സമയത്ത് നിങ്ങൾ IC കാൽക്കുലേറ്റ് ചെയ്താലോ എത്രയാണ് വരിക? ഇഫ് യു കാൽക്കുലേറ്റ് IC, ദാറ്റ് ഈസ് WL ഈസ് ഈക്വൽ എന്താണ്? W ആണ്. സോ 0 ആവും അല്ലേ? WL ഈസ് ഈക്വൽ ടു W ആണ്. സോ വാല്യൂ ഓഫ് ദ IC ബിക്കം 0. ക്ലിയർ അല്ലേ? സോ നോക്കിയേ, IC 0 ആയിപ്പം. ഇനി മൂന്നാമത്തെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ, അതായത് നമുക്ക് ഇപ്പോൾ എന്ത് പറയാം? നമ്മുടെ വാട്ടർ കണ്ടന്റ് ഈസ് വെരി മച്ച് ലെസ് ദാൻ പ്ലാസ്റ്റിക് ലിമിറ്റ് ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നോക്കിയേ, പ്ലാസ്റ്റിക് ലിമിറ്റിനെക്കാളും കുറവാണ് എക്സിസ്റ്റിംഗ് വാട്ടർ കണ്ടന്റ്. അതായത് സോയിൽ ഏത് സ്റ്റേറ്റിലായിരിക്കും? സോയിൽ കുറച്ചുകൂടിയും സ്ട്രോങ് ആയി, സോയിൽ ഈസ് ഇൻ സോളിഡ് സ്റ്റേറ്റ് ആയി. ആൻഡ് ഇഫ് യു കാൽക്കുലേറ്റ് IC നൗ, ഇപ്പം നിങ്ങൾക്ക് IC എത്ര വരിക? W ഈസ് ലെസ് ദാൻ WP ആണ്.
W is less than WP. അപ്പോൾ നോക്കിയാൽ WL നിന്ന് നിങ്ങൾ ഒരു W കുറയ്ക്കുകയാണ്, which is less than WP ആണ്. സോ ന്യൂമറേറ്റർ വലുതാണ് വരിക അല്ലേ. if W is less than WP then IC will be greater than 1 ആണ്. IC will be greater than 1 ആണ്. എന്താ മനസ്സിലായത് നോക്കിയേ. ആസ് ദ IC വാല്യൂ ആദ്യം നെഗറ്റീവ് ആയിരുന്നു, 0 ആയിരുന്നു, അതെന്തായി 1ലേക്കായി. അതായത് IC വാല്യൂ ഇൻക്രീസ് ചെയ്യണം അല്ലേ. സോ എന്ത് പറയാം നമുക്ക് കൺക്ലൂഡ് ചെയ്ത്, ആസ് ദ IC വാല്യൂ ഇൻക്രീസസ്, ആസ് ദ IC വാല്യൂ ഇൻക്രീസസ് അല്ലേ. നെഗറ്റീവ് ആയിരുന്നു, 0 ആയിരുന്നു, 1 ആയി. അപ്പോൾ എന്താ ലിക്വിഡ് സ്റ്റേറ്റിൽ നിന്ന് പ്ലാസ്റ്റിക് സ്റ്റേജിൽ നിന്ന് പിന്നെ സോളിഡ് സ്റ്റേറ്റിലേക്കായി. അതായത് വളരെ വീക്ക് ആയിരുന്നു, ദാറ്റ് ഈസ് ലിക്വിഡ് സ്റ്റേറ്റിൽ, പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് സ്റ്റേറ്റ് കുറച്ചുകൂടി സ്ട്രെങ്ത് കൂടി, പിന്നെ സോളിഡ് സ്റ്റേറ്റിലെത്തി, അതായത് മാരകമായ സ്ട്രെങ്ത് ആയി. ദാറ്റ് ഈസ് ആസ് IC ഇൻക്രീസസ് സോയിലിൻ്റെ എന്തുണ്ടാവും, സ്ട്രെങ്ത് ഇൻക്രീസസ് ആണ്. ക്ലിയർ അല്ലേ. സോ ഈ ഒരു റിലേഷൻ കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്കാണ്. ICയുടെ ഡെഫിനേഷൻ എഴുതുക, ICയുടെ ഇക്വേഷൻ എഴുതുക, IC ഇൻക്രീസസ് സ്ട്രെങ്ത് ഓഫ് ദ സോയിൽ ഇൻക്രീസസ് എന്ന് നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കും. ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതൊന്നും കാണിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ 3 മാർക്കിൻ്റെ ക്വസ്റ്റൻ അല്ലേ, നമ്മൾ മനസ്സിലാൻ വേണ്ടി പറഞ്ഞാണ്. നിങ്ങൾ എന്ത് എഴുതിയാൽ മതി, ICയുടെ ഇക്വേഷൻ എഴുതുക, ICയുടെ ഇക്വേഷൻ ഇങ്ങനെ എഴുതുക, അതിൻ്റെ ഡെഫിനേഷൻ ഡയലോഗിൽ നീട്ടി വലിച്ച് എഴുതുക, അതായത് ഇക്വേഷൻ എഴുതിയ മാത്തമാറ്റിക്കൽ ഫോമിനെ ഇംഗ്ലീഷിലേക്ക് മാറ്റി എഴുതുക. ക്ലിയർ. ദെൻ ഓൾസോ റൈറ്റ് IC ഗ്രേറ്റർ ദാൻ, ദെൻ സ്ട്രെങ്ത് കൂടും, IC ഇൻക്രീസസ് സ്ട്രെങ്ത് ഇൻക്രീസസ്. ക്ലിയർ. യെസ്. ഇനി രണ്ടാമത്തെ ഡെഫിനേഷൻ എന്താ എഴുതുന്നുണ്ട്, യെസ്, രണ്ടാമത് ലിക്വിഡ് ലിമിറ്റ് ആണ് അല്ലേ. ലിക്വിഡിറ്റി ഇൻഡെക്സ്, ലിക്വിഡ് ലിമിറ്റ് അല്ല. സെക്കൻഡ് വൺ ഈസ് ലിക്വിഡിറ്റി ഇൻഡെക്സ് ആണ്. അതിനെ നമ്മൾ IL എന്നാണ് പറയുക. ഓക്കെ, ILന്റെ ഡെഫിനേഷൻ എഴുതിയ IL ഈസ് ഈക്വൽ ടു W മൈനസ് WP ഡിവൈഡ് ബൈ IP ആണ്. IL ഈസ് ഈക്വൽ ടു ഇതാണ്. ഓർ നമുക്ക് ഇങ്ങനെയും എഴുതാം, IL ഈസ് ഈക്വൽ എന്താണ്, നാച്ചുറൽ വാട്ടർ കണ്ടന്റ് മൈനസ് പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡ് ബൈ IP എന്താണോ, WL മൈനസ് WP ആണ്. WL മൈനസ് WP. സോ ഇതാണ് ഇക്വേഷൻ. വേരിയബിൾ എടുത്ത് എഴുതുക, ഇതിനെ ഇംഗ്ലീഷിലേക്ക് എഴുതുക. എന്താണ്, ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ഡിഫറൻസ് ഇൻ ദ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ടു ദ പ്ലാസ്റ്റിക് ലിമിറ്റ് ഡിവൈഡ് ബൈ ഡിഫറൻസ് ഇൻ, യെസ്, ഓർ റേഷ്യോ ടു ദ ഡിഫറൻസ് ഇൻ നാച്ചുറൽ വാട്ടർ കണ്ടന്റ് ടു ദ പ്ലാസ്റ്റിക് ലിമിറ്റ് ടു ദ യെസ് എന്താണ്, ലിക്വിഡ് ലിമിറ്റ്, ഡിഫറൻസ് ഓഫ് ദ ലിക്വിഡ് ലിമിറ്റ് ടു ദ പ്ലാസ്റ്റിക് ലിമിറ്റ്. അതാണ് ഇക്വേഷൻ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ILന്റെ വാല്യൂ ഒക്കെ നമുക്കൊന്ന് കണ്ടുപിടിക്കാം. അതായത് ഇതേ കണ്ടീഷനാണ്. ഓക്കെ, സോ ഏതൊക്കെയാണ് കണ്ടീഷൻ ഈസ് സെയിം. W ഈസ് ഗ്രേറ്റർ ദാൻ WL, W ഈസ് ഇൻ ബിറ്റ്വീൻ WP ആൻഡ് WL, W ഈസ് ലെസ് ദാൻ WP. ലിക്വിഡ് സ്റ്റേറ്റിൽ, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ, സോളിഡ് സ്റ്റേറ്റിൽ IC നമ്മൾ ഓൾറെഡി കണ്ടുവച്ചിട്ടുണ്ട്. നൗ ലെറ്റ്സ് ഫൈൻഡ് ഔട്ട് IL ഓൾസോ. ഓക്കെ, IL ഇവിടെ എത്രയായിരിക്കും, IL ഇവിടെ എത്രയായിരിക്കും. സോ നോക്കിയേ, W ഈസ് ഗ്രേറ്റർ ദാൻ WL, W ഈസ് വെരി മച്ച് ഗ്രേറ്റർ ദാൻ WL ആണ്. സോ വളരെ വലിയ വാല്യൂ ആണ് വരിക. സോ IL വിൽ ബി എന്തായിരിക്കും, IL വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ്. ഓക്കെ, സോ IL വിൽ ബി വെരി മച്ച് ഗ്രേറ്റർ ദാൻ 1 ആണ് വരിക. ഓക്കെ, ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ദാറ്റ് ഈസ് W ഈസ് ഈക്വൽ ടു WL ഓർ W ഈസ് ഈക്വൽ ടു WP. സോ മോളിൽ W ഈസ് ഈക്വൽ ടു WP ആണ്. സോ 0 ആയി മാറും. സോ ദിസ് വിൽ ബി IL ഇൻ ദിസ് കേസ് വിൽ ബി 0 ആയിരിക്കും. ഇനി W ഈസ് ലെസ് ദാൻ WP, W ഈസ് ലെസ് ദാൻ WP, അപ്പോൾ IL എന്തായി മാറും, WP-നേക്കാളും കുറവല്ലേ. സോ നെഗറ്റീവ് വരും. ദാറ്റ് ഈസ് IL നൗ ഈസ് നെഗറ്റീവ്. സോ നിങ്ങൾ നോക്കിയേ, ICയുടെ നേരെ ഓപ്പോസിറ്റ് ആണ് IL വരുന്നത്. അതായത് ആസ് IL ആദ്യം 1 ആയിരുന്നു, പിന്നെ 0 ആയി, പിന്നെ നെഗറ്റീവ് ആയി. അതായത് IL കുറഞ്ഞു വരുമ്പോൾ സ്ട്രെങ്ത് എന്താവുകയാണ്, കൂടുകയാണ്. ഓക്കെ, സോ വി ക്യാൻ സേ ആസ് IL ഇൻക്രീസസ് സ്ട്രെങ്ത് ഡിക്രീസസ്. സോ എന്താണ്, ആസ് IL ഇൻക്രീസസ് സ്ട്രെങ്ത് എന്താവും, യെസ്, സ്ട്രെങ്ത് ഡിക്രീസസ്. ക്ലിയർ. സ്ട്രെങ്ത് നമുക്ക് കുറഞ്ഞു വരും. ഈസ് ദാറ്റ് ഓക്കെ? യെസ്. ഇനി തേർഡ് വൺ ഏതാണ്, ഫ്ലോ ഇൻഡെക്സ് ആണ്. ദിസ് ഇസ് ദ തേർഡ് വൺ ടു ബി ഡിഫൈൻഡ്. ഫ്ലോ ഇൻഡെക്സ് ആണ്. ഫ്ലോ ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, IF ആണ്, വിച്ച് ഇസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് ഏതാണ്, യെസ്, ഫ്ലോ കർവ് ആണ് അല്ലേ. ഇറ്റ് ഈസ് എ സ്ലോപ്പ് ഓഫ് ഫ്ലോ കർവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്ലോപ്പ് ഓഫ് ദ ഫ്ലോ കർവ് ഈസ് ടേംഡ് ആസ് IF. ഇനി എന്താണ് ഫ്ലോ കർവ്, വാട്ട് യു മീൻ ബൈ ഫ്ലോ കർവ്? ഫ്ലോ കർവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ, യെസ്, കർവ് ഒബ്റ്റെയിൻഡ് ബിറ്റ്വീൻ ഏതൊക്കെയാണ്, യെസ്, IP, നമുക്കിവിടെ സോറി വാട്ടർ കണ്ടന്റ്, വെയിറ്റ്, ദിസ് ഈസ് വാട്ടർ കണ്ടന്റ്, എന്താണ് മായാത്തത്, മായു, യെസ്, ദിസ് ഈസ് വാട്ടർ കണ്ടന്റ്, വെയിറ്റ്, ദിസ് ഈസ് വാട്ടർ കണ്ടന്റ് ആണ് Y ആക്സിസിൽ, ആൻഡ് ലോഗ് ഓഫ് നമ്പർ ഓഫ് ഫ്ലോസ് ആണ് അല്ലേ, ലോഗ് ഓഫ് നമ്പർ ഓഫ് ഫ്ലോസ് ആണ്. ആൻഡ് ഇഫ് യു പ്ലോട്ട് ദിസ് ഗ്രാഫ്, നമുക്ക് എന്താണ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് ആണ് അല്ലേ, ആറ്റംബക്സ് ലിമിറ്റിൽ കിട്ടുക. സോ യു ക്യാൻ മാർക്ക് ദ വാട്ടർ കണ്ടന്റ്. ലെറ്റ്സ് ഇതാണ് W1 എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റ്, ഇതാണ് നമ്മുടെ ഫ്ലോ കർവ് അല്ലേ, ദിസ് ഈസ് ടേംഡ് ആസ് ദ ഫ്ലോ കർവ്. ഇതിൻ്റെ സ്ലോപ്പാണ്, ഇതിനെയാണ് നമ്മൾ ഫ്ലോ കർവ് എന്ന് പറയുന്നത്. ഇതിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയുക, സോ W1 എന്ന വാട്ടർ കണ്ടന്റ് എന്താ പറയുക,
കറസ്പോണ്ടിങ് ലെറ്റ്സ് സേ ലോഗ് n1 ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് ഫ്ലോസ് ആൻഡ് ലെറ്റ്സ് സേ ദിസ് ഈസ് വാട്ടർ കണ്ടന്റ്. കുറഞ്ഞ വാട്ടർ കണ്ടന്റ് ആണ് W2 ആൻഡ് വാട്ടർ കണ്ടന്റ് കുറയുമ്പോൾ തീർച്ചയായിട്ടും നമ്പർ ഓഫ് ഫ്ലോസ് കൂടും. യെസ്, ദാറ്റ് ഈസ് ലോഗ് n2 ആണ്. ഈ ഗ്രാഫൊക്കെ നമുക്കറിയാം. ഓക്കെ, ആറ്റംബർഗ്സ് പ്രിൻസിപ്പളിന്റെ ഗ്രാഫാണ്. നോക്കിയേ, നമുക്ക് ഇതിന്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കേണ്ടത്. സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണോ? വാട്ട് യു മീൻ ബൈ സ്ലോപ്പ്? സ്ലോപ്പ് ഇറ്റ് ഈസ് y by x ആണ്. y by x ആണല്ലേ. സോ വാട്ട് ഈസ് y ഹിയർ? യെസ്, ദിസ് മച്ച് ഈസ് y, this much is y and this much is x and this much is x അല്ലേ. സോ y by x കണ്ടുപിടിച്ചേ. സോ സ്ലോപ്പ്, ദാറ്റ് ഈസ് സ്ലോപ്പ് ഓഫ് ദ കർവ്, ദാറ്റ് ഈസ് ഇവിടെ എന്തായിരിക്കും? if ആയിരിക്കും, വിച്ച് ഇസ് നത്തിങ് ബട്ട് y by x ആണ്. ആൻഡ് y എന്താണ്? y എന്ന് വെച്ചാൽ w1 മൈനസ് w2 ഡിവൈഡ് ബൈ x എന്താ വരിക? log n2 അല്ലേ, വലുത് മൈനസ് ചെറുതല്ലേ. സോ ലോഗ് n2 മൈനസ് ലോഗ് n1 ആണ്. ലോഗ് n2 മൈനസ് ലോഗ് n1 ആണ്. ആൻഡ് ലോഗ് a മൈനസ് ലോഗ് b എന്താണ്? യെസ്. സോ if ഈസിക്കൽ എന്ത് എഴുതാം? ദിസ് ഈസ് w1 മൈനസ് w2 ഡിവൈഡ് ബൈ ലോഗ് a മൈനസ് ലോഗ് b എന്താണ്? ലോഗ് a ബൈ b അല്ലേ. ലോഗ് a ബൈ b അല്ലേ. യെസ്. സോ ദിസ് ഈസ് ഇക്വേഷൻ 4. യെസ്, ദിസ് ഈസ് ഇക്വേഷൻ 4 ഫ്ലോ ഇൻഡെക്സ്. ദിസ് ഈസ് ഇക്വേഷൻ 4 ഫ്ലോ ഇൻഡെക്സ്. ആൻഡ് നമുക്കറിയാം ലോഗ് അല്ലേ n2 ബൈ n1. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ n2 ഈസിക്കൽ ടു 100 എന്ന് എടുക്കുക. ഓക്കെ, നമുക്ക് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ W2 എന്താ ഇവിടെ? W2നെ നമുക്ക് എന്ത് പറയാം? W100 എന്ന് പറയാം. വെറുതെ n2 ആയിരുന്നു, അതിന് നമ്മൾ 100 നമ്പർ ഓഫ് ഫ്ലോസ് എടുത്തു. അപ്പോൾ W2 നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? W100 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതായത് 100 നമ്പർ ഓഫ് ഫ്ലോസ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന വാട്ടർ കണ്ടന്റ് ആണ് W100. n1നെ നമുക്ക് 10 എന്ന് എടുക്കാം. അപ്പോൾ W1നെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? നമുക്ക് W10 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇക്വേഷനിൽ ഉണ്ടാകുന്ന മാറ്റം എന്തായിരിക്കും? സോ IF എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് W1 നമുക്ക് എന്ത് കൊടുക്കണം? W10 എന്ന് എഴുതാം. W2നെ നമുക്ക് എങ്ങനെ എഴുതാം? W100 എന്ന് എഴുതാം. ഡിവൈഡ് ബൈ ലോഗ് ഓഫ് 100 ബൈ 10 എന്ന് വരും. ക്ലിയർ? നമ്മുടെ നമ്പർ ഓഫ് ഫ്ലോസ് നമുക്ക് എത്ര വേണേൽ സെലക്ട് ചെയ്യാലോ. നമുക്കൊരു 100 നമ്പർ ഓഫ് ഫ്ലോസും 10 നമ്പർ ഓഫ് ഫ്ലോസും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാട്ടർ കണ്ടന്റ് എടുക്കുന്നു. എന്താണ് ലോഗ് 100 ബൈ 10? ലോഗ് 10 അല്ലേ. ആൻഡ് ലോഗ് 10 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ലോഗ് 10 ടു ദ ബേസ് 10 എത്രയാണ്? 1 ആണ്. ഓക്കെ അല്ലേ. സോ ലോഗ് 100 ബൈ 10 ലോഗ് 10 എന്നാണ് കിട്ടുക. ലോഗ് 10 ഈസ് ഈക്വൽ ടു 1 ആണ്. ദെയർഫോർ IF നമുക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാം. ഇഫ് യു ഹാവ് വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു 10 നമ്പർ ഓഫ് ഫ്ലോസ് ആൻഡ് വാട്ടർ കണ്ടന്റ് കറസ്പോണ്ടിങ് ടു 100 നമ്പർ ഓഫ് ഫ്ലോസ്. ക്ലിയർ? ഇത് നമുക്ക് ഈസിലി കണ്ടുപിടിക്കാം. ഇതാണ് നമ്മുടെ ഫ്ലോ ഇൻഡെക്സ്. ആൻഡ് ഫ്ലോ ഇൻഡെക്സ് കൂടുമ്പോൾ എന്താണ്? സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക അല്ലേ. ആസ് എ ഫ്ലോ ഇൻഡെക്സ് ഇൻക്രീസസ്, സ്ട്രെങ്ത് കുറയാണ് ചെയ്യുക. ഇതാണ് 3 എണ്ണം. ഓക്കെ, 3 മാർക്കിന് അതിൻ്റെ ഡെഫിനേഷൻ മാത്രം എഴുതിയാൽ മതി. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കുകയും കൂടി ചെയ്യണം. യെസ്, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പാർട്ട് എയിലെ മൂന്നാമത്തെ അടുത്ത ക്വസ്റ്റ്യൻ. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ. ലിസ്റ്റ് ദ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പെർമിയബിലിറ്റി ഓഫ് ദ സോയിൽ. ഏതെങ്കിലും 6 എണ്ണമാണ് ലിസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ലിസ്റ്റ് ചെയ്യുക. ഓരോ ഫാക്ടേഴ്സിനും 1/2 മാർക്കാണ്. സോ 6 എണ്ണം നിങ്ങൾ ലിസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 3 മാർക്കാണ്. ഓക്കെ, സോ ലെറ്റ്സ് ലിസ്റ്റ് ദ ഫാക്ടേഴ്സ്. ഓക്കെ, ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമുക്ക് ചെറിയ രീതിയിൽ അതിൻ്റെ എഫക്റ്റ് എന്താണെന്ന് കൂടി എഴുതാം. ഓക്കെ, സോ വാട്ട് ആർ ദ ഫാക്ടേഴ്സ്? യെസ്, ലിസ്റ്റ് ദ ഫാക്ടേഴ്സ്. ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കൽ സൈസ് ആണ്. ഓരോ ഫാക്ടർ പറയാം. ഫസ്റ്റ് വൺ ഈസ് പാർട്ടിക്കൽ സൈസ്. പാർട്ടിക്കൽ സൈസ് കൂടുമ്പോൾ എന്താണ് സംഭവിക്കുക? യെസ്, ആസ് ദ പാർട്ടിക്കൽ സൈസ് ഇൻക്രീസസ് അല്ലേ. ഇവിടെ പാർട്ടിക്കൽ സൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ വലിയ പാർട്ടിക്കൽ ആണെങ്കിൽ വോയിഡ് എന്തായിരിക്കും? വലിയ പാർട്ടിക്കൽ ആണെങ്കിൽ വോയിഡ് സൈസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും അല്ലേ. മോർ ദ സൈസ് ഓഫ് പാർട്ടിക്കൽ മോർ ഇസ് എ വോയിഡ്. മോർ വോയിഡ് ആണെങ്കിൽ പെർമിബിലിറ്റി എന്തായിരിക്കും? പെർമിബിലിറ്റി എന്തായിരിക്കും? കൂടുതലായിരിക്കും. സോ ഹയർ ദ പാർട്ടിക്കൽ സൈസ് മോർ ഇസ് ദ പെർമിബിലിറ്റി. സെക്കൻഡ് വൺ എഴുതാം. സ്ട്രക്ചർ ഓഫ് ദ സോയിൽ എന്ന് പറയുമ്പോൾ ഇതൊരു കോസ് ഗ്രൈൻഡ് സോയിൽ ആവാം, അല്ലെങ്കിൽ എന്താവാം? ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആവാം അല്ലെ. സ്ട്രക്ചർ ഓഫ് ദ സോയിൽ പല രീതിയിലാവാമല്ലോ. കോസ് ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? വലിയ സൈസ് പാർട്ടികളാണ്. സോ പെർമിബിലിറ്റി എന്തായിരിക്കും? പെർമിബിലിറ്റി മോർ ആയിരിക്കും. പെർമിബിലിറ്റി വിൽ ബി മോർ ആയിരിക്കും. ആൻഡ് ഫൈൻ ഗ്രൈൻഡ് ആകുമ്പോൾ പെർമിബിലിറ്റി എന്തായിരിക്കും? പെർമിബിലിറ്റി കുറവായിരിക്കും. ക്ലിയർ അല്ലേ? അതാണ് രണ്ടാമത്തെ ഫാക്ടർ. ഇനി മൂന്നാമത്തെ ഫാക്ടർ എന്താണ്? ലെറ്റ്സ് ലിസ്റ്റ് ദ തേർഡ് ഫാക്ടർ. ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ. പറഞ്ഞോ, അടുത്ത എഫക്റ്റാണ് ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ. 2 ടൈപ്പ് ഷേപ്പ് ഉണ്ട്. എന്തൊക്കെയാണ്? 2 ടൈപ്പ് ഷേപ്പാണ്. ഒന്ന് സ്ഫെറിക്കൽ ഷേപ്പ് ആവാം അല്ല. ഇതാണ് നമ്മൾ എപ്പോഴും കൺസിഡർ ചെയ്യുന്ന ഷേപ്പ്. ഒന്ന് പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് എന്താവാം? പക്കാ സ്ഫെറിക്കൽ ഷേപ്പ് ആവാം അല്ലേ. നല്ല റൗണ്ട് പാർട്ടിക്കിൾ ആവാം. പിന്നെ എന്ത് ഷേപ്പ് ആവാം? ആംഗുലാർ ഷേപ്പ് ആവാം. പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് എന്താവാം? ആംഗുലാർ ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ ആവാം. യെസ്. സോ പക്ക എന്താണ്? റൗണ്ടാണ് പാർട്ടിക്കിൾ എങ്കിൽ
വോയിഡ് സൈസ് എന്താണ് അല്ലേ, സെയിം ആണ് പാർട്ടികളെല്ലാം, അതായത് വോയിഡ് സൈസ് കൂടുതലായിരിക്കും. സോ പെർമിബിലിറ്റി എന്തായിരിക്കും, പെർമിബിലിറ്റി മോർ ആയിരിക്കും, മോർ ദ പെർമിബിലിറ്റി. സോ പെർമിബിലിറ്റി വിൽ ബി മോർ. ഓക്കെ, പെർമിബിലിറ്റിന് പി എന്ന് എഴുതാം. ഇവിടെ പെർമിബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. വൈ, ആംഗുലാർ ഷേപ്പ് എന്ന് പറയുമ്പോൾ പല ഷേപ്പ് ആയിരിക്കില്ല പാർട്ടിക്കിളിന്. സോ ഷേപ്പ് ഓഫ് ദ പാർട്ടിക്കിൾ പലതായിരിക്കും. ഓക്കെ, സോ പാർട്ടിക്കിളിൻ്റെ ഷേപ്പ് പലതായതുകൊണ്ട് വോയിഡ് സൈസ് എന്തായിരിക്കും, കുറവായിരിക്കും. സോ ദാറ്റ് ഈസ് എ തേർഡ് ഫാക്ടർ. ഫോർത്ത് ഫാക്ടർ നോക്കിയേ. യെസ് പറയൂ. വോയിഡ് റേഷ്യോ, അതാണ് ഇത്രയും നേരം പറഞ്ഞിരുന്നത് അല്ലേ. വോയിഡ് റേഷ്യോ എന്താണ്, വോയിഡ് റേഷ്യോ ഇൻക്രീസസ്, പെർമിബിലിറ്റി ഇൻക്രീസസ്. തീർച്ചയായിട്ടും ക്ലിയർ. അഞ്ചാമത്തെ ഫാക്ടർ എന്താണ്, ഓക്കെ ഇങ്ങനെ എഴുതിയാൽ മതി. ഓരോ ഫാക്ടേഴ്സ് 6 ഫാക്ടർ എഴുതണം. 6 ഫാക്ടർ എഴുതിയാൽ 3 മാർക്ക് കിട്ടും. അതായത് ഓരോ ഫാക്ടേഴ്സിനും എന്താണ്, 1/2 മാർക്ക്. ദെൻ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ്, പ്രോപ്പർട്ടി ഓഫ് ലിക്വിഡ് അല്ലെങ്കിൽ ഫ്ലൂയിഡ് എന്ന് എഴുതാം. ഓക്കെ യെസ്, അതായത് സോയിലൂടെ ഒഴുകുന്ന പ്രോപ്പർട്ടി ഓഫ് ദ ലിക്വിഡ് എങ്ങനെയായിരിക്കാം, ഹൈലി വിസ്കസ് ആണെങ്കിൽ നോക്കിയേ, വിസ്കോസിറ്റി കൂടിയ സോയിലാണെങ്കിൽ വാട്ടർ ആണെങ്കിലോ, വിസ്കോസിറ്റി കൂടിയ അല്ലേ, അതായത് വിസ്കോസിറ്റി എന്താണ്, റെസിസ്റ്റൻസ് ഫ്ലോ ആണ്. റെസിസ്റ്റൻസ് ഫ്ലോ കൂടുതലാണെങ്കിൽ പെർമിബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. അതാണ് നമ്മൾ പ്രോപ്പർട്ടി ഓഫ് ദ ഫ്ലൂയിഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലിയർ. ഇനി 6ാമത്തെ പ്രോപ്പർട്ടി നോക്കിയേ. യെസ്, ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ വാട്ടർ. ഇമ്പ്യൂരിറ്റീസ് ആണ്, ഇമ്പ്യൂരിറ്റീസ് ഇൻ വാട്ടർ ആണെങ്കിലോ, അല്ലെങ്കിൽ ഫ്ലോ ചെയ്യുന്ന ലിക്വിഡിൽ ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണെങ്കിൽ, ഇമ്പ്യൂരിറ്റീസ് കൂടുതലാണെങ്കിൽ ആ ഇമ്പ്യൂരിറ്റീസ് എല്ലാം നമ്മുടെ സോയിലിൻ്റെ വോയിഡുകളിൽ സ്റ്റക്കായി നിൽക്കും. അതൊക്കെ എന്ത് ചെയ്യും, ഫ്ലോനെ ബ്ലോക്ക് ചെയ്യും. സോ മോർ ദ ഇമ്പ്യൂരിറ്റീസ് ഇൻ ദ സോയിൽ, ലെസർ ഈസ് ദ പെർമിബിലിറ്റി. പെർമിബിലിറ്റി എന്തായിരിക്കും, കുറവായിരിക്കും. ക്ലിയർ. യെസ്, ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ക്ലിയർ ആണോ പോയിന്റ്? യെസ്. സോ അതാണ് പാർട്ട് എ ആൻഡ് പാർട്ട് ബി. ദാറ്റ് ഈസ് എ പാർട്ട് എ ആൻഡ് പാർട്ട് ബി ക്വസ്റ്റ്യൻ. ഇനി പാർട്ട് എയിലെ 2-3 മാർക്ക് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് പാർട്ട് ബിയിലേക്ക് കിടക്കാം. മൊഡ്യൂൾ 2ന്റെ പാർട്ട് ബി ആണ്. 7 മാർക്കിന്റെ 2 ക്വസ്റ്റ്യൻ ആണ്. ഏതൊക്കെയാണുള്ളത്, 13 ഉണ്ട്, 14 ഉണ്ട്. 2 ചോയ്സ് ആണ്, 13 ആൻഡ് 14 ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ആദ്യം നമുക്ക് 13 ചെയ്യാം. എന്താണ്, എ ക്ലേ ഹാസ് എ ലിക്വിഡ് ലിമിറ്റ് ഓഫ് 60%. യെസ്, ലിക്വിഡ് ലിമിറ്റ് ഇസ് ഗിവൺ ആൻഡ് shrinkage limit of 20%. യെസ്, if the specimen of the soil shrink from a volume of, so initial volume എത്രയാണ്, 15000 mm³ ആണ്, ആൻഡ് ടു അതെ ലിക്വിഡ് ലിമിറ്റ് അല്ലേ, shrink from a volume of 15000 mm³ at liquid limit to 9000 mm³ at shrinkage limit. Determine the specific gravity of the soil. സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാണെന്നാണ് ചോദ്യം. നോക്കിയേ. യെസ്, സ്പെസിഫിക് ഗ്രാവിറ്റി എത്രയാ എന്നാണ് സംഭവത്തിൻ്റെ ചോദ്യം. ഓക്കെ യെസ്. സോ നോക്കിയേ, ഇവിടെ വളരെ സിമ്പിളാണ് കാര്യങ്ങൾ. നമുക്കറിയാം, യെസ്, shrinkage limit WS is equal to, യെസ്, ടെൽ മീ വാട്ട് ഈസ് ഇക്വേഷൻ ഓഫ് shrinkage limit. shrinkage ലിമിറ്റിന് നമുക്ക് പല ഇക്വേഷൻസ് ഉണ്ട്. നമുക്കറിയാം, ഇറ്റ് ഈസ് 1/r മൈനസ് 1/g ആണ് അല്ലേ. 1/r മൈനസ് 1/ സ്പെസിഫിക് ഗ്രാവിറ്റി. ഈ ഇക്വേഷൻ നമുക്കറിയാം, വളരെ ഫേമസ് ഇക്വേഷൻ ആണ് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. shrinkage ലിമിറ്റിന് പല ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതിൽ വൺ ഓഫ് ദ ഇക്വേഷൻ ആണ് 1/r മൈനസ് എന്താണ്, 1/g ആണ്. വേർ r എന്ന് പറഞ്ഞാൽ എന്താണ്, shrinkage റേഷ്യോ ആണ്. വേർ r ഈസ് നത്തിങ് ബട്ട് shrinkage ratio. ക്ലിയർ. r ഈസ് നത്തിങ് ബട്ട് shrinkage ratio. ആൻഡ് r എങ്ങനെയാണ് കണ്ടുപിടിക്കുക, r ഈസ് നത്തിങ് ബട്ട് it is the ratio of the change in volume with respect to the dry volume expressed corresponding change in the water ആണ്. സോ എന്താണ്, SR ഒക്കെ നമ്മൾ പഠിച്ചാണ്. ദിസ് ഈസ് നത്തിങ് ബട്ട് V1 മൈനസ് ഡ്രൈ വോളിയം ഡിവൈഡ് ബൈ, യെസ്, ഇങ്ങനെ ഡിവൈഡ് ബൈ VD ഡിവൈഡ് ബൈ എന്താണ്, കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ദ വാട്ടർ കണ്ടന്റ്, ദാറ്റ് ഈസ് W1 മൈനസ് WS ആണ്, ഇൻറ്റു 100 അല്ലേ. അതായത് W1 എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റ് WS എന്ന് പറയുന്ന വാട്ടർ കണ്ടന്റിൽ ചേഞ്ച് ആകുമ്പോൾ വാട്ടർ വോളിയം എത്രയാണ് മാറുന്നത്, V1 നിന്ന് VD മാറും. അതിൻ്റെ പെർസെൻറ്റേജ് ആണ് കാണിക്കുന്നത്. ക്ലിയർ അല്ലേ. സോ V1 മൈനസ് VD ഡിവൈഡ് ബൈ VD ഡിവൈഡ് ബൈ W1 മൈനസ് WS. W1 നിന്ന് WS എന്ന് പറയുന്ന shrinkage ലിമിറ്റിലേക്ക് എത്തുമ്പോൾ വോളിയം എവിടെ നിന്ന് അങ്ങോട്ടാണ് മാറുന്നത്, V1 നിന്ന് VD മാറുന്നത്. ഓക്കെ, സോ ദിസ് ഇസ് ദ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ വോളിയം എക്സ്പ്രസ്ഡ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ദ വാട്ടർ കണ്ടന്റ്. അതിനെയാണ് നമ്മൾ shrinkage റേഷ്യോ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് termed as shrinkage ratio. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ, ഫൈൻഡ് ഔട്ട് R ഈസ് ഈക്വൽ എത്ര വരിക, V1 എത്രയായിരുന്നു, 15000 മൈനസ് VD എത്രയാണ്, 9000 ഡിവൈഡ് ബൈ VD ദാറ്റ് ഈസ് VD again 9000 ഡിവൈഡ് ബൈ യെസ്, ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ദാറ്റ് ആസ്, യെസ്, ഇഫ് യു കാൽക്കുലേറ്റ് ദാറ്റ് യു വിൽ ഗെറ്റ് ദാറ്റ് ആസ് എത്രയാണ്, W1 എത്രയായിരുന്നല്ലോ, ലിക്വിഡ് ലിമിറ്റ് ആണ് അല്ലേ, വിച്ച് ഈക്വൽ ടു 60% ആണ്, ദാറ്റ് ഈസ് 0.6 മൈനസ് WS 20% ആണ്, ദാറ്റ് ഈസ് 0.2.
So from this equation you will get shrinkage ratio is equal to 1.667. 1.667 എന്ന് കിട്ടും. സോ 6 കിട്ടി നമുക്ക് ഈ ഇക്വേഷന് 6 കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം WS is equal to, നോക്കിയേ ഇക്വേഷൻ എങ്ങനെയാണ് സോൾവ് ചെയ്യുന്ന ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത് നോക്കിയേ. നിങ്ങൾ shrinkage ratio എന്ന് പറയുന്ന ഈ ഇക്വേഷൻ എഴുതിയാൽ, ഇഫ് യു റൈറ്റ് ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ എഴുതി ബോക്സ് ചെയ്താൽ നിങ്ങൾക്ക് എത്ര മാർക്ക്? യു ആർ ഗെറ്റിംഗ് 1 മാർക്കാണ്. ആൻഡ് ആ ഇക്വേഷൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് 6 കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3 മാർക്കാണ്. ഓക്കെ അല്ലേ? shrinkage ratioയുടെ ഇക്വേഷൻ എഴുതിയാൽ 1 മാർക്ക്, സൊല്യൂഷൻ കിട്ടിയാൽ 3 മാർക്ക്. ക്ലിയർ? ദെൻ ഇതിൽ നിന്ന് നിങ്ങൾ എന്ത് യൂസ് ചെയ്യും? WS is equal to 1/R minus 1/G എന്ന് പറയുന്ന കാൽക്കുലേഷൻ ഈ ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ യെസ് അഗെയിൻ യു ആർ ഹാവിംഗ് 1 മാർക്ക്. 1 മാർക്കാണ്. ഇതിൽ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ, അതായത് WS എത്രയാണ് നമുക്കറിയാം 20% ആണ്, ദാറ്റ് ഈസ് 0.2. 1/R നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. R എത്രയാണ്? 1.667. കണ്ടുപിടിക്കണം എന്താണ്? ദ ഓൺലി അൺനോൺ 1/G ആണ്. ആൻഡ് ഫ്രം ദിസ് ഇക്വേഷൻ ഇഫ് യു കാൽക്കുലേറ്റ് G യു വിൽ ഗെറ്റ് ദൻ ആൻസർ ഓഫ് 2.5. ഇത് ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രയാണ്? നിങ്ങൾക്ക് 2 മാർക്കാണ്. ക്ലിയർ അല്ലേ? സോ 3ഉം 6ഉം 7 മാർക്ക് അങ്ങനെയാണ് വരുന്നത്. ക്ലിയർ അല്ലേ? യെസ്, 1 മാർക്ക് ഈ ഇക്വേഷന്, ആൻസറിന് 3 മാർക്ക്. ദെൻ 1 മാർക്ക് ഈ ഇക്വേഷന്, ഈ ആൻസറിന് 2 മാർക്ക്. ക്ലിയർ? ഓക്കെ. യെസ്, ദിസ് ഈസ് ഹൗ ദ മാർക്ക് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ്. ഓക്കെ. യെസ്, ഐ ഹോപ്പ് യു നോ വാട്ട് ഈസ് shrinkage limit ആൻഡ് വാട്ട് ഈസ് shrinkage ഈസ്. ഓക്കെ, അത് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. നൗ അതാണ് പാർട്ട് എ. ലെറ്റ്സ് മൂവ് ടു ദ പാർട്ട് ബി. യെസ്, പാർട്ട് ബി എന്താണ്? സ്കെച്ച് ദ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് യൂസ്ഡ് ഫോർ ക്ലാസിഫൈങ് ദ ഫൈൻ ഗ്രൈൻഡ് സോയിൽ. തീർച്ചയായിട്ടും പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കണം നമുക്ക്. ആൻഡ് ക്ലാസിഫൈ ദ സോയിൽ ആസ് പെർ IS ക്ലാസിഫിക്കേഷൻ. സോ നമ്മൾ ആദ്യം എന്ത് വരയ്ക്കണം? പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കണം. എന്നിട്ട് ഈ സോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. ഓക്കെ, ഈ സോയിൽ നമുക്ക് എന്ത് ചെയ്യണം? ക്ലാസിഫൈ ചെയ്യണം. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കാം. ഓക്കെ, സോ ലെറ്റ്സ് ഡ്രോ ദ പ്ലാസ്റ്റിസിറ്റി ചാർട്ട് ഫസ്റ്റ്. സോ പ്ലാസ്റ്റിസിറ്റി ചാർട്ടാണ് വരയ്ക്കുന്നത്. പ്ലാസ്റ്റിസിറ്റി ചാർട്ടാണ്. ഓക്കെ, നമുക്കറിയാം ഫൈൻ ഗ്രൈൻഡ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷന് വേണ്ടിയാണ് പ്ലാസ്റ്റിസിറ്റി ചാർട്ട് വരയ്ക്കാറുള്ളത്. യെസ്, എന്തൊക്കെയാണ് അതിൻ്റെ X and Y ആക്സിസ് വരുന്നത്? പ്ലാസ്റ്റിസിറ്റി ലിമിറ്റ് ആണ്, IP ആണ് വരുന്നത്. ദെൻ വി ആർ ഹാവിങ് വാട്ടർ കണ്ടന്റ് ആണ് അല്ലേ? വാട്ടർ കണ്ടന്റ് ഓൺ ദ X ആക്സിസ് ആണ്. യെസ്, നമുക്ക് അറിയാം ഈ പ്ലാസ്റ്റിസിറ്റി ചാർട്ടിൽ 2 ലൈനുകൾ വരുന്നുണ്ട്. ഓക്കെ, വി ആർ ഹാവിങ് 2 ലൈൻസ്. ഏതൊക്കെയാണ്? A ലൈൻ എന്ന് പറയുന്ന സാധനമുണ്ട്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? IP is equal to 0.73. WL minus 20 ആണ്. പിന്നെന്താണ്? ഒരു U ലൈൻ ഉണ്ട് നമുക്ക്. ദെൻ വി ആർ ഹാവിങ് എ U ലൈൻ അല്ലേ? U ലൈനും കൂടി അവൈലബിൾ ആണ്, വിച്ച് ഈസ് ഗിവൺ ബൈ IP is equal to 0.9 into WL minus 8 ആണ്. ഇതാണ് ഇക്വേഷൻ വരുന്നത്. ആൻഡ് ബേസ്ഡ് ഓൺ ദ വാട്ടർ കണ്ടന്റ് നമ്മൾ ക്ലേനെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയാണ്? ലോ കംപ്രസിബിൾ, ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ആൻഡ് ഹൈ കംപ്രസിബിൾ. ക്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? യെസ്, നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യാറുണ്ട് അല്ലേ? അതായത് ഇഫ് water content is less than 35%, if water content is in between 35% and 50%, if water content is greater than 50%, water content less than 50%, 35 ആണെങ്കിൽ ഇതെന്ത് പറയും? ലോ കംപ്രസിബിൾ എന്നാണ് പറയുക. ലോ കംപ്രസിബിൾ ക്ലേ എന്നാണ് പറയുക. യെസ്, വാട്ടർ കണ്ടന്റ് ഇൻ ബിറ്റ്വീൻ W ആണെങ്കിൽ ദിസ് ഇസ് ടേംഡ് ആസ് ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ എന്നാണ് പറയുക. ആൻഡ് ഗ്രേറ്റർ ദാൻ 50 ആണെങ്കിലോ ദിസ് ഈസ് ഹൈലി കംപ്രസിബിൾ ഓർ ഹൈ കംപ്രസിബിൾ സോയിൽ എന്നാണ് പറയുക. ഓക്കെ, സോ നോക്കിയേ 0.73 WL minus 20, 0.9 WL minus 8. സോ ഏതൊക്കെയാണ് വാല്യൂ നമ്മൾ ഗ്രാഫിൽ മാർക്ക് ചെയ്യേണ്ടത്? വാട്ടർ കണ്ടന്റ് ഏതൊക്കെയാണ്? നിങ്ങളൊരു 20 മാർക്ക് ചെയ്യണം, 8 മാർക്ക് ചെയ്യണം, 35ഉം 50 മാർക്ക് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? യെസ്, ഇഫ് യു ലുക്ക് അറ്റ് ദ ഗ്രാഫ്, എന്താണോ X ആക്സിസ് എന്താണ്? വാട്ടർ കണ്ടന്റ് അല്ലേ? വാട്ടർ കണ്ടന്റ് WC എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ഇതാണ് 0 വാല്യൂ. ലെറ്റ്സ് സേ നമുക്ക് 8 എന്ന് പറയുന്ന വാല്യൂ വേണം. ഓക്കെ, വി നീഡ് എ വാല്യൂ 8 എന്ന് പറയുന്ന വാല്യൂ വേണം. പിന്നെ എന്താ വേണ്ടത് നമുക്ക്? പിന്നെ നമുക്ക് 20 എന്ന് പറയുന്ന മറ്റൊരു വാല്യൂ വേണം. യെസ്, പിന്നെ നമുക്ക് 35 വേണം. പിന്നെ നമുക്ക് എന്ത് വേണം? 15 കൂടി വേണം. ഓക്കെ അല്ലേ? സോ ഇത്രയും വാല്യൂ നമുക്ക് എവിടെ വേണം? യെസ്, വി നീഡ് ഇൻ ദ ഗ്രാഫ്. ഓക്കെ, സോ എല്ലാത്തിനും നമ്മൾ കറസ്പോണ്ടിങ് ആയിട്ട് വെർട്ടിക്കൽ ലൈൻ വരച്ചു. സോ ദാറ്റ് ഗ്രാഫ് ഈസ് very much precise. Clear? Yes. എന്നിട്ട് നമുക്ക് എന്ത് വേണം? നമുക്കറിയാം AP ലൈൻ ആൻഡ് IP ലൈൻ അല്ലേ? സോ ഇതാണ് നമ്മുടെ യെസ് A ലൈൻ വരിക ആൻഡ് മറ്റൊരു ഇൻക്ലൈൻ ലൈൻ വരയ്ക്കാം. ദിസ് ഇസ് U ലൈൻ. സോ ഇത് വരച്ചിരിക്കുന്നത് എന്താണ്? ദിസ് ഈസ് യുവർ A ലൈൻ. ഇതെന്താണ്? നമ്മുടെ U ലൈൻ ആണ്. U ലൈൻ്റെ പ്രത്യേകത എന്താണോ? U ലൈൻ ഈസ് ദ അപ്പർ ലൈൻ ആസ് പെർ ദ ആറ്റം വർക്ക്സ്. U ലൈന് മുകളിൽ എന്തില്ല? there is no soil is exiting.
ദർ ഈസ് നോ സോയിൽ അബവ് യു ലൈൻ. യു ലൈൻ എന്താണ്? അപ്പർ ലൈൻ ആണ്. അതിൻ്റെ മുകളിൽ സോയിൽ ഇല്ല എന്നാണ് ആര് പറയുന്നത്? ആറ്റം വർക്ക്സ് പറയുന്നത്. എ ലൈൻ എന്താണോ? എ ഫോർ ആറ്റം വർക്ക്സ് ലൈൻ ആണ്. അതിൻ്റെ ഇക്വേഷൻ ആണ് ഐ പി ഇസ് ഈക്വൽ ടു 0.73 ഇൻറ്റു WL - 20. ഇനി വാട്ട് എവർ ദ സോയിൽ പ്രസന്റ് എബവ് എ ലൈൻ, വാട്ട് എവർ ദ സോയിൽ പ്രസന്റ് എബവ് എ ലൈൻ ഈസ് കൺസിഡർ ആസ് ക്ലേ ആണ്. ഓക്കെ, ഈ സോയിൽ മൊത്തം ക്ലേ ആയിരിക്കും. എ ലൈനിൽ താഴെയുള്ള സോയിൽ മൊത്തം എന്തായിരിക്കും? ഒന്നെങ്കിൽ സിൽട്ട് ആയിരിക്കും, അല്ലെ? സിൽട്ടിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? എം എന്ന് പറയുന്ന സിമ്പിൾ ആണ്. ഓർ ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കും? ഓർഗാനിക് സോയിൽ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി എന്തായിരിക്കാം? ഓർഗാനിക് സോയിൽ ആയിരിക്കാം. അതിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുക? ഒ എന്നാണ്. ക്ലേനെ നമ്മൾ എങ്ങനെയാണ് സിമ്പിൾ എങ്ങനെയാണ്? സി എന്നാണ് ക്ലേയുടെ സിമ്പിൾ എന്ന് പറയുന്നത്, അല്ലേ? സോ ഇഫ് ദ സോയിൽ ഈസ് എബവ് എ ലൈൻ, ഇഫ് ദ സോയിൽ വാല്യൂ ഓർ ദ സോയിൽ ഈസ് ലൈങ് എബവ് എ ലൈൻ ഇറ്റ് ഈസ് ക്ലേ, ബിലോ എ ലൈൻ ആണെങ്കിൽ ഇറ്റ് ഈസ് സിൽട്ട് ഓർ ഓർഗാനിക് സോയിൽ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ആൻഡ് ഇപ്പം നമ്മൾ പറഞ്ഞു ഇഫ് ദ ലിക്വിഡ് ലിമിറ്റ് ഈസ് ലെസ് ദാൻ, അല്ലേ? ഇതെന്താണ്? വാട്ടർ കണ്ടന്റ് ആണ് അല്ലെങ്കിൽ ലിക്വിഡ് ലിമിറ്റ് ആണ്. ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ലിക്വിഡ് ലിമിറ്റ്. ഇഫ് ദ ലിക്വിഡ് ലിമിറ്റ് ഈസ് WL ആണ്. ദിസ് ഇസ് WL. ഇവിടെ WL എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോറി ഇതെന്താണ്? ഇതൊക്കെ വാട്ടർ കണ്ടന്റ് എന്ന് വെച്ചാൽ WL ആണ്. യെസ്, ഇതെല്ലാം WL ആണ്. എല്ലാം ലിക്വിഡ് ലിമിറ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഓൾ ദീസ് ആർ ഓൾ ലിക്വിഡ് ലിമിറ്റ്. ക്ലിയർ? യെസ്. ഇഫ് ദ ലിക്വിഡ് ലിമിറ്റ് ഈസ് ലെസ് ദാൻ 35% ആണെങ്കിൽ, 35% ആണെങ്കിൽ നമ്മൾ എന്ത് പറയും? അത് ലോ കംപ്രസിബിൾ ക്ലേ ആണ്. സോ ഇതെല്ലാം CL ആണ്, അല്ലേ? ദാറ്റ് ഈസ് എ ലൈന് മുകളിൽ ക്ലേ ആണ്, 35 ലെസ് ആണ്. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് ലോ കംപ്രസിബിൾ ക്ലേ എന്ന് പറയുന്നത്. ആൻഡ് എ ലൈൻ താഴെ എന്താണ്? സിൽട്ട് ആണ്. സോ ദിസ് ക്യാൻ ബി ലോ കംപ്രസിബിൾ സിൽട്ട് ഓർ ദിസ് ക്യാൻ ബി ലോ കംപ്രസിബിൾ ഓർഗാനിക് സോയിൽ. ഇനി ഇൻ ബിറ്റ്വീൻ 35 and 50 ആണെങ്കിലോ? ഇൻ ബിറ്റ്വീൻ 35 and 50 ആണെങ്കിൽ അത് ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ ആണ്. സിൻസ് ഇറ്റ് ഈസ് എബവ് എ ലൈൻ ആണെങ്കിൽ ഇത് CI ആയിരിക്കും. ആൻഡ് ബിലോ എ ലൈൻ ആണെങ്കിൽ ഒന്നെങ്കിൽ സിൽട്ട് ആയിരിക്കും, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്, ഓർ ഇറ്റ് ക്യാൻ ബി എ ഓർഗാനിക് സോയിൽ, ദാറ്റ് ഈസ് ഇന്റർമീഡിയറ്റ്. എബവ് 50 ആണെങ്കിലോ? എബവ് 50 ആണെങ്കിൽ ഹൈലി കംപ്രസിബിൾ ആണ്. ആൻഡ് സിൻസ് എ ലൈൻ എബവ് ആയതുകൊണ്ട് ഇത് ക്ലേ ഓഫ് ഹൈ കംപ്രസിബിൾ, ദിസ് ഈസ് സിൽട്ട് ഓഫ് ഹൈ കംപ്രസിബിൾ ഓർ ഓർഗാനിക് സോയിൽ ഓഫ് ഹൈ കംപ്രസിബിൾ. ഇത്രയും പോയിന്റുകൾ ഈ ഗ്രാഫിൽ മാർക്ക് ചെയ്യണം. വൺ മോർ തിങ് ടു ബി മാർക്ക്. എന്താണ്? ഒരു കാര്യം കൂടി നിങ്ങൾ മാർക്ക് ചെയ്യണം. എന്താണത്? പറയൂ. യെസ്, ദർ ഈസ് വൺ മോർ തിങ് വി നീഡ് ടു മാർക്ക്. ദാറ്റ് ഈസ് IP വാല്യൂ. ഏത് മാർക്ക് ചെയ്യണം? 4 എന്ന് പറയുന്ന IP വാല്യൂ മാർക്ക് ചെയ്യണം. 7 എന്ന് പറയുന്ന IP വാല്യൂ മാർക്ക് ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ ഇവിടം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. യെസ്, ഇവിടം വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ ഒരു ഷെയ്ഡഡ് പോർഷൻ, ഇതിനെയാണ് IP. നോക്കിയാൽ പ്ലാസ്റ്റിക് ചാർട്ടിൽ ഷെയ്ഡഡ് പോർഷൻ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതാണ് ഷെയ്ഡഡ് പോർഷൻ. അതായത് ഇഫ് IP വാല്യൂ ഇസ് ഗ്രേറ്റർ ദാൻ 7, സോയിൽ എന്താണോ IP വാല്യൂ ഗ്രേറ്റർ ദാൻ 7 ആണെങ്കിൽ ആ സോയിലിനെ നമ്മൾ ക്ലേ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഇഫ് IP വാല്യൂ ഇസ് ലെസ് ദാൻ 4 ആണെങ്കിൽ then that is considered as silt ആണ്. ഓക്കെ, ഇനി IP വാല്യൂ ഇൻ ബിറ്റ്വീൻ 4 and 7 ആണെങ്കിലോ? 4 and 7 ആണെങ്കിലോ അതിന് നമ്മൾ ക്ലേ സിൽട്ടി, ഓക്കെ, സിൽട്ടി ക്ലേ അല്ലെങ്കിൽ CM എന്നാണ് പറയുക. ഓക്കെ, ദാറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലേ ആൻഡ് സിൽട്ടി. ഇറ്റ് ഈസ് ടേംഡ് ആസ് സിൽട്ടി ക്ലേ എന്നാണ് പറയുക. ഓക്കെ, സിൽട്ടി ക്ലേ എന്നാണ് പറയുക. സിൽട്ടും അല്ല, ക്ലേയും അല്ല, സിൽട്ടും അല്ല, ഇറ്റ് ഈസ് എ സിൽട്ടി ക്ലേ. അതായത് ആ പോർഷൻ എവിടെയാണ് വരിക? ദാറ്റ് പോർഷൻ ഈസ് എക്സാക്ട്ലി ഇൻ ദ ഷെയ്ഡഡ് ഏരിയ ആണ്. സോ ഇവിടെയുള്ള സോയിലിനെ നമ്മൾ എന്താ പറയുക? ദിസ് ഈസ് ലോ കംപ്രസിബിൾ ക്ലേ ആൻഡ് യെസ് ലോ കംപ്രസിബിൾ സിൽട്ട് ആണ്. സോ CLML ആണ്. ഓക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് ലെസ് ദാൻ എന്താണ്? 35 ആണ്. ലെസ് ദാൻ 35 ആണ്, അതുകൊണ്ട് ലോ കംപ്രസിബിൾ ആയിരിക്കും. സിൻസ് ഇറ്റ് ബിറ്റ്വീൻ 4 and 7 ആണ്, ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ക്ലേ ആൻഡ് സിൽട്ട് ആണ്. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾ എവിടെ വരയ്ക്കണം? പ്ലാസ്റ്റിക് ചാർട്ടിൽ വരയ്ക്കണം. യു ആർ ഹാവിങ് 3 marks ഫോർ ദിസ്. ഇത്രയും കാര്യങ്ങൾ വരച്ച് ചെയ്യുമ്പോൾ 3 marks ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ പ്ലാസ്റ്റിക് ചാർട്ടിൽ. തീർച്ചയായിട്ടും എ ലൈനും യു ലൈനും യെസ് ഹൈലി കംപ്രസിബിൾ, ഇന്റർമീഡിയറ്റ് കംപ്രസിബിൾ, ലോ കംപ്രസിബിൾ എന്ന് പറയുന്ന വാല്യൂസും കാണിക്കണം. യു വിൽ ഗെറ്റ് 3 marks ഫോർ ദിസ് ഗ്രാഫ്. ക്ലിയർ? യെസ്, നോക്കല്ലേ. സോ ഇതാണ് നമ്മുടെ ക്വസ്റ്റിൻ്റെ ഫസ്റ്റ് പാർട്ട്. ദാറ്റ് ഈസ് സ്കെച്ച് ദ പ്ലാസ്റ്റിക് ചാർട്ട് യൂസ് ഫോർ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫൈൻ ഗ്രൈൻഡ് ആണ്. ഇനി ബി പാർട്ടിൽ ബാക്കി ക്വസ്റ്റ്യൻ ഇനിയുണ്ട്. എന്താണ്? ക്ലാസിഫൈ ദ സോയിൽ ആസ് പെർ ദ IS ക്ലാസിഫിക്കേഷൻ. ഇനി ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ കൊടുക്കണം. നമ്മൾ ഈ സോയിൽ ഏതാണെന്ന് പറയണം. അതായത് സാൻഡ് ആണോ, സിൽട്ട് ആണോ, അല്ലെങ്കിൽ ഗ്രാവൽ ആണോ, സിൽട്ടി സാൻഡ് ആണ്, ക്ലേ സിൽട്ട് ആണോ, സിൽട്ടി സാൻഡ് ആണോ എന്നൊക്കെ പറയണം. സോ എന്താ തന്നിരിക്കുന്നത്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ ഫൈനർ ദാൻ 75 മൈക്രോൺ എത്രയാണ്? 15%. പെർസെൻറ്റേജ് ഓഫ് സോയിൽ ഫൈനർ ദാൻ 4.7 mm എത്രയാണ്? 73% ആണ്. ലിക്വിഡ് ലിമിറ്റ് തന്നിട്ടുണ്ട് 28% ആണ്. പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് തന്നിട്ടുണ്ട് 12% ആണ്. ഓക്കെ, യെസ്. ആദ്യം നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയാം. ആദ്യം സൈസ് ഓഫ് ദ സോയിൽ പറഞ്ഞേ. യെസ്, ഇഫ് ദ എഫക്റ്റീവ് സൈസ് D ഈസ് ലെസ് ദാൻ 2, അല്ലേ? എത്രയാണ്? 2 മൈക്രോൺ അല്ലെങ്കിൽ എത്ര പറയാം? യെസ്, 0.002 mm ആണ്. ഇതാണ് നമ്മുടെ ക്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതാണ് നമ്മുടെ ക്ലേ എന്ന് പറയുന്നത്. ആൻഡ് ഇഫ് സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ എത്രയാണ്? 0.002 mm
ലെസ് ദാൻ ഡി ലെസ് ദാൻ 0.075 mm ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദിസ് ഇസ് ടേംഡ് ആസ് സിൽട്ട് എന്ന് പറയും അല്ല, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. ദെൻ ഇഫ് ഇറ്റ് ഈസ് ബിറ്റ്വീൻ 0.075 mm ലെസ് ദാൻ ഡി ലെസ് ദാൻ എത്രയാണോ 4.75 mm ആണെങ്കിൽ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ദെൻ ഇറ്റ് ഈസ് കൺസിഡർ ആസ് സാൻഡ് ആണ്. എന്താണോ ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ പാർട്ടിക്കിളിനെയും യെസ് സ്ഫെറിക്കൽ പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ഈ പാർട്ടിക്കിൾസിൻ്റെ ഡയമീറ്ററിനെയാണ് അല്ലെ സൈസ് ഓഫ് ദ പാർട്ടിക്കിൾ എന്ന് പറയുന്നത്. എല്ലാ പാർട്ടിക്കിളും സ്ഫെറിക്കൽ പാർട്ടിക്കിൾ ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. ആൻഡ് ലാസ്റ്റ് സൈസ് എന്താണ്, ഇഫ് ദ പാർട്ടിക്കിൾ സൈസ് ഈസ് ഇൻ ബിറ്റ്വീൻ യെസ് 4.75 ആൻഡ് 80 mm ഇതിനെ നമ്മൾ എന്ത് പറയും, ഇതിനെ നമ്മൾ ഗ്രാവൽ എന്നാണ് പറയുക. അറിയാലോ, ഇതിനെ നമ്മൾ എന്താ പറയുക, ഇതിനെ നമ്മൾ ഗ്രാവൽ എന്നാണ് പറയുക. നോക്കിയാൽ ഇവിടെ മറ്റൊരു പോയിന്റും കൂടി പറയാം, ചില പേർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. എന്താണോ 1 മൈക്രോൺ ഈസിക്കൽ എത്രയാണ്, 1 മൈക്രോൺ ഈസിക്കൽ ടു 10⁻⁻6 മീറ്റർ ആണ്. 10⁻⁻6 മീറ്റർ ആണ്. നമുക്കറിയാം 1 മീറ്റർ ഈസിക്കൽ എത്ര mm ആണ്, 1000 mm അല്ലേ. സോ 1 മൈക്രോണെ നമുക്ക് എങ്ങനെ എഴുതാം, 10⁻⁻6 മീറ്ററിന് പകരം എന്ത് എഴുതാം, 10⁻³ mm എന്ന് എഴുതാം. അതായത് 10⁻³ എന്താണ് mm എന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 മൈക്രോൺ ഈസ് ഈക്വൽ എത്രയാണ്, 10⁻³ mm ആണ്. ക്ലിയർ. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാട്ട് ഈസ് 2 മൈക്രോൺ ഈസ്, ഹൗ മച്ച് ഈസ് 2 മൈക്രോൺ, 2 മൈക്രോൺ ഈസ് മൈക്രോണിന് പകരം എന്ത് ഇടുക, 10⁻³ mm എന്നിടുക, mm എന്നിടുക. ദാറ്റ് ഈസ് ദിസ് വിൽ ബി ഈക്വൽ 0.002 mm എന്നായിരിക്കും. ക്ലിയർ ആണോ? സോ നിങ്ങൾക്ക് 0.002 mm എന്ന് എഴുതാം, അല്ലെങ്കിൽ 2 മൈക്രോൺ എന്ന് എഴുതാം. 75 മൈക്രോൺ എന്ന് എഴുതിയോ, 75 മൈക്രോൺ വിൽ ബി ഈക്വൽ ടു 75 × 10⁻³ ആണ് mm-ൽ. ദാറ്റ് ഈസ് ഈക്വൽ എത്രയാണ്, 0.075 mm ആണ്. 0.075 mm ആണ്. ക്ലിയർ അല്ലേ? സോ 75 മൈക്രോൺ എന്ന് വെച്ചാൽ 0.075 mm ആണ്. ഈ ജസ്റ്റ് ഒന്ന് ഡാറ്റ അറിഞ്ഞിരിക്കുക, ചിലർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. 1 മൈക്രോൺ ഈസ് ഈക്വൽ ടു 10⁻³ mm ആണ്. ക്ലിയർ. സോ ഇതാണ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ഇങ്ങനെയാണ് സോയിലിൻ്റെ ക്ലാസിഫിക്കേഷൻ. ആൻഡ് നമുക്കറിയാം ക്ലേ ആൻഡ് സിൽട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക, ഫൈൻ ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുന്നത്. സാൻഡ് ആൻഡ് ഗ്രാവലിനാണ് നമ്മൾ എന്ത് പറയുക, കോസ് ഗ്രെയിൻഡ് സോയിൽ എന്ന് പറയുക അല്ലേ. ഫൈൻ ഗ്രെയിൻഡ് ഫൈൻ ആണ്, ക്ലേയും സിൽട്ടും എന്താണ് ഫൈൻ ആണ്, സാൻഡും ഗ്രാവലും എന്താണ് കോസ് ഗ്രെയിൻഡ് ആണ്, സൈസ് കൂടുതലാണ്. അതായത് നിങ്ങൾ പറഞ്ഞേ നമ്മുടെ ഗിവൺ സോയിൽ ഏതോ ഒരു സോയിൽ നമുക്ക് തന്നു, അത് ഫൈൻ ഗ്രെയിൻഡ് ആണോ കോസ് ഗ്രെയിൻഡ് ആണോ എന്നറിയാൻ വേണ്ടി നിങ്ങൾ ഏത് സീവ് ആണ് യൂസ് ചെയ്യുക, ഏത് സീവ് ആണ്, വിച്ച് സീവ് ഈസ് ക്ലാസിഫൈങ് വെദർ ദ സോയിൽ ഈസ് ഫൈൻ ഗ്രെയിൻഡ് സോയിൽ ഓർ കോസ് ഗ്രെയിൻഡ് സോയിൽ. യെസ്, ഏതാണ് 0.075 mm സീവ് ആണ് നിങ്ങളുടെ സോയിൽ, കോസ് ഗ്രെയിൻഡ് ആണോ ഫൈൻ ഗ്രെയിൻഡ് ആണോ എന്ന് പറയുക. എങ്ങനെയാണ് പറയുക, നോക്കിയേ ഇഫ് യു ആർ പാസിങ്, നിങ്ങൾ എന്തെടുത്തു, ലുക്ക് അറ്റ് ദിസ്, നിങ്ങൾ 75 mm മൈക്രോൺ സീവ് എടുത്തു, 75 mm മൈക്രോൺ സീവ്. ഓക്കെ, അതായത് അങ്ങനെ തന്നെ എഴുതാം, 0.075 mm സീവ് ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇതിലേക്ക് നിങ്ങൾ സോയിൽ എന്ത് ചെയ്യാണ്, ഇതിലേക്ക് നിങ്ങൾ സർട്ടൺ എമൗണ്ട് ഓഫ് സോയിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്, നിങ്ങൾ പാസ് ചെയ്യാണ്. സർട്ടൺ എമൗണ്ട് ഓഫ് സോയിൽ നിങ്ങൾ പാസ് ചെയ്തു. ഓക്കെ, പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, യെസ് എന്താണ്, യെസ് ലെറ്റ്സ് സേ എന്താണ് ഒരു 40%, അതായത് ലെസ് ദാൻ 50%. ലെറ്റ്സ് സേ എത്രയാണ് നമുക്ക്, യെസ് ലെസ് ദാൻ 50% ആണ് പാസ് ചെയ്യുന്നത്. ലെസ് ദാൻ 50% പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിൽ എത്ര ആയിരിക്കണോ, അതായത് ലെസ് ദാൻ 50% പാസിംഗ് ആണ്. അതായത് ഇവിടെ എന്ത് പറയാം, ഇവിടെ 50% ഓർ മോർ ദാൻ 50% അല്ലേ, ഓർ മോർ ദാൻ 50% എന്ത് ചെയ്യാണ്, ഇവിടെ റീറ്റെയിൻ ചെയ്യാണ് അല്ലേ. അതല്ല അതിൻ്റെ അർത്ഥം, ഒന്നെങ്കിൽ 50% അല്ലെങ്കിൽ എന്താണ് മോർ ദാൻ 50% റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഇതിനെ നമ്മൾ എന്ത് പറയും, ദെൻ ദിസ് സോയിൽ ഈസ് ടേംഡ് ആസ് കോസ് ഗ്രൈൻഡ് സോയിൽ. ഓക്കെ, സോ താഴത്തെ സ്റ്റേറ്റ്മെന്റ് എഴുതണ്ട, നമുക്ക് എന്ത് എഴുതാം, തൽക്കാലം നമുക്ക് എന്ത് എഴുതാം, ഇവിടെ എന്താണ് 50%, മോർ ദാൻ 50%, ഒന്നെങ്കിൽ 50% അല്ലെങ്കിൽ മോർ ദാൻ 50% റീറ്റെയിൻ ചെയ്താൽ എവിടെ, ഓൺ എ 0.075 mm സീവ്, ആ സോയിലിനെ നമ്മൾ കോസ് ഗ്രൈൻഡ് സോയിൽ എന്നാണ് പറയുക. ക്ലിയർ അല്ലേ? ഇനി അതല്ല, നിങ്ങൾക്ക് ഇതിനെ ഫൈൻ ഗ്രൈൻഡ് സീൽ എന്ന് എപ്പോഴാണ് പറയുക, നിങ്ങൾ ലെറ്റ്സ് സേ അതേ സീവ് എടുത്തു, 0.075 mm സീവ് എടുത്തു. ഇപ്പം നിങ്ങൾ സോയിൽ പാസ് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, ഇതിലൂടെ പാസ് ചെയ്തു, എത്ര പാസ് ചെയ്തു, നിർബന്ധമായിട്ടും മോർ ദാൻ 50% എന്ത് ചെയ്യണം, പാസ് ചെയ്യണം. മോർ ദാൻ 50% പാസ് ചെയ്താൽ മാത്രമേ ഇതിനെ നമ്മൾ എന്ത് പറയുള്ളൂ, ഫൈൻ ഗ്രൈൻഡ് സോയിൽ എന്ന് പറയുള്ളൂ. ക്ലിയർ ആണോ? ദെൻ ഓൺലി ഇറ്റ് ഈസ് ടേംഡ് ആസ് ഫൈൻ ഗ്രൈൻഡ് സോയിൽ. ക്ലിയർ? അതായത് ഒരു എക്സാമ്പിൾ പറയാണ്, നോക്കിയേ, എക്സാമ്പിൾ പറയാണ്, നിങ്ങളൊരു 100 gram സോയിൽ എടുത്തു, 100 gram സോയിലാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഇഫ് യു ആർ ടേക്കിംഗ് 100 gram സോയിൽ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തു, 0.075 mm പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ എന്താ കണ്ടത്,
50% ഇവിടെ റീറ്റെയിൻ ചെയ്തു, 50% റീറ്റെയിൻ ചെയ്തു, 50% റീറ്റെയിൻ ചെയ്തു, 50% പാസ് ചെയ്തു, 50% പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദിസ് സോയിൽ? വാട്ട് ഈസ് ദിസ് സോയിൽ? നിങ്ങൾ 100 ഗ്രാം സോയിൽ അല്ലേ, 100 ഗ്രാം അല്ലേ, ലെറ്റ്സ് സേ ഇവിടെ യൂണിറ്റ് 100 ഗ്രാം സോയിൽ നിങ്ങൾ പാസ് ചെയ്തു, 50 ഗ്രാം അതായത് അതിൻ്റെ പകുതി ഇവിടെ നിന്നു, പകുതി ഇവിടെ പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സോയിൽ ഏതാണ്? ദിസ് സോയിൽ ഈസ് ഫൈൻ ഗ്രൈൻഡ് സോയിലാണോ കോസ് ഗ്രൈൻഡ് സോയിലാണോ? ശ്രദ്ധിക്കുക, ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആകണമെങ്കിൽ നിർബന്ധമായിട്ടും മോർ ദാൻ 50% പാസ് ചെയ്യണം. നിർബന്ധമായിട്ടും മോർ ദാൻ 50% പാസ് ചെയ്യണം, അപ്പോഴേ അതിനെ ഫൈൻ ഗ്രൈൻഡ് എന്ന് പറയുള്ളൂ. ഇനി അതല്ല 50% ഓർ മോർ ദാൻ റീറ്റെയിൻ ചെയ്താൽ മതി, ഒന്നെങ്കിൽ 50% അല്ലെങ്കിൽ കൂടുതൽ 50%. 50% റീറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ അതിനെ കോസ് ഗ്രൈൻഡ് സോയിലാണ്. സോ ഇറ്റ് ഈസ് എ എന്താണ്? ഇറ്റ് ഈസ് എ കോസ് ഗ്രൈൻഡ് സോയിലാണ്. ഇറ്റ് ഈസ് എ കോസ് ഗ്രൈൻഡ് സോയിലാണ് ബിക്കോസ് 50% ഈസ് റീറ്റെയിനിങ് ഹിയർ. അത് ഫൈൻ ഗ്രൈൻഡ് എന്ന് പറയണമെങ്കിൽ 50%നെക്കാളും കൂടുതൽ ചെയ്യണം. ക്ലിയർ? സിമിലർലി നിങ്ങളെ കോസ് ഗ്രൈൻഡ് സോയിൽ എന്തൊക്കെയാവാം? അത് സാൻഡ് ആവാം, അത് ഗ്രാവൽ ആവാം. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡിസൈഡ് ചെയ്യുക എങ്ങനെയാണ്? ബേസ്ഡ് ഓൺ ദ 4.75 mm സീവ്. 4.75 mm സീവിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് ക്ലാസിഫിക്കേഷൻ വരുന്നത്. അതായത് നേരത്തെ പറഞ്ഞ അതേ ക്ലാസിഫിക്കേഷനാണ്. 50% ഓർ മോർ എന്താവണം? മോർ ഇവിടെ റീറ്റെയിൻ ചെയ്യണം. then it is termed as gravel ആണ്. ഇനി അതല്ല, ഈ സീവിലൂടെ ദാറ്റ് ഈസ് 4.75 mm സീവിലൂടെ എന്താണ് പാസ് ചെയ്യുന്നത്? നിങ്ങൾ കോസ് ഗ്രൈൻഡ് സോയിൽ പാസ് ചെയ്തപ്പോൾ നിർബന്ധമായിട്ടും മോർ ദാൻ 50% എന്താവണം? പാസ് ആവുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയാം? then it is termed as sand ആണ്. ക്ലിയർ? then it is termed as sand ആണ് എന്നുള്ള വിവരം എല്ലാവർക്കും അറിയാം. ഇത്രയും തിയററ്റിക്കൽ പോർഷൻസ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം സ്ട്രോങ് ആയിട്ട്. then only you will be able to solve this question. ഇനി ഇവിടെ നോക്കിയ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ക്വസ്റ്റ്യനിൽ percentage of soil finer than 75 mm micron, percentage of soil finer than 75 micron, അതായത് 0.05 എത്രയാണ്? 15% ആണ്. അതായത് നിങ്ങൾ 0.075 mm സീവ് എടുത്തിട്ട് അതിലൂടെ നോക്കിയപ്പോൾ ഫൈനർ എന്ന് പറഞ്ഞാൽ എന്താണോ? യെസ്, ഫൈനർ എന്ന് വെച്ചാൽ ഈ സൈസിനെക്കാട്ടും ചെറുത്. എത്രയേ ഉള്ളൂ? 15% പാർട്ടിക്കിളേ ഉള്ളൂ. എവിടെ 15% പാർട്ടിക്കിളെ ഇതിലൂടെ പാസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ സോയിൽ എന്താണ്? അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ സോയിൽ ഈസ് എ കോസ് ഗ്രൈൻഡ് സോയിൽ. കാരണം ഫൈൻ ഗ്രൈൻഡ് സോയിൽ ആകണമെങ്കിൽ മോർ ദാൻ നിർബന്ധമായിട്ടും 50% കൂടുതൽ പോകണം. സോ ഒന്നാമത്തെ കാര്യം ഉറപ്പാണ്, ഇറ്റ് ഈസ് എ കോസ് ഗ്രൈൻഡ് സോയിൽ. ഇനി വേറൊരു കാര്യം ഇവിടെ അറിഞ്ഞിരിക്കുക. നോക്കിയേ, ഇതാണ് പെർസെൻറ്റേജ് ഓഫ് എന്താണ്? ഫൈനർ ഫ്രാക്ഷൻ അല്ലേ? എത്രയാണ്? മോർ ദാൻ 50% ആണ്. അതായത് പെർസെൻറ്റേജ് ഓഫ് ഫൈനർ എത്രയാണ് ഇപ്പോൾ ഇവിടെ? 15% അല്ലേ? അതായത് ഈ 0.07നെക്കാട്ടും പാസ് ചെയ്യുന്ന പാർട്ടിക്കിളിൻ്റെ പെർസെൻറ്റേജ് എത്രയാണ്? 15% ആണ്. നമുക്കറിയാം, ഇഫ് പെർസെൻറ്റേജ് ഫൈനസ് മോർ ദാൻ 12% ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൽ ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്. ക്ലേ കണ്ടൻറ്റ് ഈസ് മോർ എന്നാണ് നിങ്ങൾ ക്ലാസിഫിക്കേഷനിൽ പഠിച്ചിട്ടുണ്ടാവും, നമ്മൾ ക്ലാസ്സിൽ പറയുന്നതാണ്. ഓക്കെ, 12% കൂടുതലല്ലേ? 12% കൂടുതലുള്ളത് 5%. അതുകൊണ്ട് ഈ പറയുന്ന സോയിൽ കോസ് ഗ്രൈൻഡ് സോയിലാണ്, സമ്മതിച്ചു. പക്ഷേ അതിൽ കുറച്ച് എന്തുണ്ട്? ക്ലേയും കൂടി ഉണ്ടാവും. കോസ് ഗ്രൈൻഡ് സോയിലാണ് മൊത്തത്തിൽ, പക്ഷേ അതിൽ 12%നെക്കാട്ടും എന്തുണ്ട്? കൂടുതൽ ഫൈനർ പാർട്ടിക്കിൾസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ക്ലേ കണ്ടൻറ്റ് കൂടുതലാണ്. ക്ലിയർ അല്ലേ? ആ പോയിന്റ് ഓർത്തിരിക്കുക. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പെർസെൻറ്റേജ് ഓഫ് സോയിൽ ഫൈനർ ദാൻ 4.75 mm. 4.75 mm-നെക്കാട്ടും ഫൈനർ ആയിട്ടുള്ള പാർട്ടിക്കിൾ എത്രയാണ്? 73% ആണ്. സോ ഒരു കാര്യം ഉറപ്പായി, കോസ് ഗ്രൈൻഡ് സോയിലാണ്. ഇനി കോസ് ഗ്രൈൻഡ് സോയിൽ നമുക്ക് എന്തറിയണം? സാൻഡ് ആണോ അല്ലെ ഗ്രാവൽ ആണോ എന്ന് അറിയണ്ടേ? അറിയണ്ടേ? എങ്ങനെയാണ് അറിയുക? നമ്മൾ 4.75 mm സീവ് എടുത്ത് വെച്ചു, 4.75 mm സീവ് എടുത്ത് വെച്ചു. അതിലൂടെ നോക്കിയപ്പോൾ എത്രയാണ് പറയുന്നത്? ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? യെസ്, 73% പാസ് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് മോർ ദാൻ 50% അല്ലേ? യെസ്, മോർ ദാൻ 50% അല്ലേ? സോ നമുക്ക് ഉറപ്പിച്ച് പറയാം, ഇത് കോസ് ഗ്രൈൻഡ് സോയിലാണ്. പോരാത്തതിന് അത് സാൻഡാണ്. ഒരു സംശയമില്ല. ഇതെന്താണ്? ഇത് സാൻഡാണ്, ഒരു സംശയമില്ല. ദിസ് ഈസ് എ സാൻഡാണ്. ഓക്കെ അല്ലേ? സോ ഇങ്ങനെ തന്നെ എഴുതണം. ആദ്യം 0.0575 കൂടുതൽ പോകുന്നുണ്ട്. സോ ഇറ്റ് ഈസ് എ കോസ് ഗ്രൈൻഡ് സോയിൽ. ഇനി കോസ് ഗ്രൈൻഡ് സോയിൽ സാൻഡ് ആണോ ഗ്രാവൽ ആണോ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ 4.75 mm പാസ് ചെയ്തു. എത്ര പാസ് ചെയ്തു? മോർ ദാൻ 50% പാസ് ചെയ്തു. സോ സാൻഡാണ്. സോ ഒരു കാര്യം ഉറപ്പായി, സോയിൽ എന്താണ്? സാൻഡാണ് എന്നുള്ള കാര്യം ഉറപ്പായി. ഇനി നോക്കിയേ, ഇനി എന്താ തന്നിരിക്കുന്നത്? ലിക്വിഡ് ലിമിറ്റ് ഈസ് ഈക്വൽ ടു 28% ആണ്. ദെൻ പ്ലാസ്റ്റിറ്റി ഇൻഡെൻസിറ്റി എത്രയാണ്? 12% ആണ്. ക്ലിയർ? പ്ലാസ്റ്റിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്?
12% ആണ്. ക്ലിയർ അല്ലേ? സോ നോക്കിയാൽ നിങ്ങൾക്ക് മാർക്ക് എവിടെയാണ് കിട്ടുന്നത്? ഇവിടെ നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? വെയിറ്റ് എവിടെ മാർക്ക് കിട്ടുന്നത്? ഇവിടെ എങ്ങനെയാണ്? നിങ്ങളത് ഒരു കൺക്ലൂഷൻ എന്താണ്? കോഴ്സ് ഗ്രൈൻഡ് സോയിൽ എന്നെത്തുമ്പോൾ 1 മാർക്ക് കിട്ടും. അതേപോലെ സാൻഡ് എന്നെത്തുമ്പോൾ നിങ്ങൾക്ക് 2 മാർക്ക് എന്ന് കിട്ടും. ക്ലിയർ? ഇറ്റ് ഈസ് ഐ ഗസ് ഇറ്റ് ഈസ് എ 7 മാർക്ക് ക്വസ്റ്റൻ ആണ്. പ്ലാസ്റ്റിറ്റി ചാർട്ട് വരച്ചപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി 3 മാർക്ക് കിട്ടി. ഓക്കെ, സോ ഇപ്പോൾ എത്ര മാർക്കായി? 5 മാർക്കായി ഇപ്പം. ക്ലിയർ? ഇനി എന്താ തന്നിരിക്കുന്നത്? യെസ്, WLECകൾ തന്നിട്ടുണ്ട്, IP തന്നിട്ടുണ്ട്. എത്രയാണ്? 12% ആണ്. എടാ IP 12% തന്നപ്പോൾ തന്നെ എന്ത് മനസ്സിലായി? IP 12% ആണ്. ദാറ്റ് ഈസ് IP ഈസ് ഗ്രേറ്റർ ദാൻ എന്താണ്? 7 ആണ്. അപ്പോൾ അതിലെന്ത് കൂടുതലായിരിക്കും? ക്ലേ കണ്ടന്റ് കൂടുതലാണ് അല്ലേ? ക്ലേ കണ്ടന്റ് ഈസ് മോർ ആണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി നോക്കിയേ, ഇത് വെച്ചിട്ട് നമ്മൾ വേറൊരു കാര്യം കണ്ടുപിടിക്കും. ഓക്കെ, ദാറ്റ് ഈസ് WLECകൾ എത്ര തന്നിട്ടുണ്ട്? 28% ആണ്. സോ നമ്മൾ എ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ് പറഞ്ഞത്? എ ലൈനിൻ്റെ ഇക്വേഷൻ എന്താണ്? IP ഈസ് ഈക്വൽ ടു 0.73 WL മൈനസ് 20 എന്നല്ലേ? ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ ദാറ്റ് ഈസ് 0.73. WL എത്രയാണ്? 28 ആണ്. മൈനസ് 20 ചെയ്ത് കഴിഞ്ഞാൽ ദിസ് വിൽ ബി 0.73 ഇൻറ്റു 8 എന്നാണ് വരിക. ദാറ്റ് ഈസ് യു വിൽ ഗെറ്റ് IP ഈസ് ഈക്വൽ ടു IP നിങ്ങൾക്ക് എത്ര കിട്ടുന്നത്? ഇഫ് യു കാൽക്കുലേറ്റ് യു വിൽ ഗെറ്റ് IP as 5.84% എന്നാണ് കിട്ടുക. സോ ശരിക്കും IP ഈസ് ഈക്വൽ ടു അല്ലേ? ലിക്വിഡ് ലിമിറ്റ് എത്രയാകുമ്പോൾ 28% ആകുമ്പോൾ IP എത്രയാണ്? 5.84 ആണ്. പക്ഷേ ക്വസ്റ്റ്യനിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? IP ഈസ് ഈക്വൽ എത്രയാണ്? പ്ലാസ്റ്റിറ്റി ഇൻഡെക്സ് IP ഈസ് ഈക്വൽ എത്രയാണ് തന്നിരിക്കുന്നത്? 12% ആണ്. സോ നമ്മുടെ യെസ് എ ലൈൻ എത്രയാണ്? വെയിറ്റ്, എ ലൈൻ എത്രയാണ്? എ ലൈൻ എപ്പോഴാണ് വരിക? വെൻ IP ഈസ് 5.84. പക്ഷേ ഗിവൺ എന്താണ്? IP is equal to 12%. That is, this is lying above the, that is, this soil lies above, above എന്താണ്? A line എന്ന സ്റ്റേറ്റ്മെന്റ് എഴുതണം. above A line എന്ന് പറയുന്ന ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ എഴുതണം. എന്നാൽ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി കിട്ടും. ഓക്കെ അല്ലേ? സോ നമ്മൾ ഓൾറെഡി കൺക്ലൂഡ് ചെയ്തു. സോയിൽ എന്താണ്? സോയിൽ സാൻഡ് ആണ് നമ്മൾ നേരത്തെ കൺക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പം സിൻസ് ഇറ്റ് ഈസ് എബവ് എ ലൈൻ ആയതുകൊണ്ട് സോയിൽ എന്താണ്? സോയിൽ ഇറ്റ് ഈസ് ക്ലേ ആണ്. ഓക്കെ, സോ ഈ തന്നിരിക്കുന്ന സോയിൽ സാൻഡും ആണ് ക്ലേയും ആണ്. സോ ഇറ്റ് ഈസ് എ സാൻഡി ക്ലേ എന്ന സോയിലാണ്. എന്താണ് നമ്മുടെ അബ്രിവേഷൻ നൊട്ടേഷൻ വേണ്ട? എത്രയാണ്? SC എന്ന് പറയുന്ന പേരാണ് നമ്മൾ ഈ സോയിലിന് കൊടുക്കേണ്ടത്. ഇറ്റ് ഈസ് എ സാൻഡി ക്ലേ ആണ്. ഓക്കെ, സോ ഫൈനലി നമ്മൾ ഇവിടെ എത്തുമ്പോൾ നിങ്ങൾക്ക് മറ്റൊരു 1 മാർക്ക് കിട്ടും. ക്ലിയർ? സോ 1 മാർക്ക് ഇവിടെ. സോയിൽ ലൈസ് എബവ് എ ലൈൻ, 1 മാർക്ക് അവിടെ. ദെൻ യു ആർ ഹാവിംഗ് 1 മാർക്ക് ഇവിടെ. എവിടെയാണ്? കോഴ്സ് ഗ്രൈൻഡ് സോയിലാന്ന് പറയുന്നതിൽ 1 മാർക്ക്, ഫൈൻ ഗ്രൈൻഡ് സോയിലാന്ന് പറയുന്നത് സാൻഡാന്ന് പറയുന്നതിൽ 1 മാർക്ക്, പ്ലാസ്റ്റിറ്റി ചാർട്ടിന് 1 മാർക്ക്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് എന്ത് കൂടി കിട്ടും? എ ലൈൻ്റെ IP വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ്? 1 മാർക്ക് കിട്ടും. സോ മൊത്തത്തിൽ നിങ്ങൾക്ക് 7 മാർക്സ് അങ്ങനെയാണ് നിങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആണോ? സോ ദാറ്റ് ഈസ് ബി പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻ നമ്പർ 13. ദാറ്റ് ഈസ് 7 മാർക്ക്. ഫുൾ 14 മാർക്ക് നമ്മുടെ കയ്യിൽ കിടക്കുകയാണ്. ക്ലിയർ അല്ലേ? യെസ്. ഇനി ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട് ഓഫ് ദിസ് ക്വസ്റ്റ്യൻ. അതായത് അടുത്ത ചോയ്സിലേക്ക് കിടക്കാം നമുക്ക്. മൊഡ്യൂൾ 2ൻ്റെ അതായത് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് കിടക്കാം. 14ാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ 14th ക്വസ്റ്റ്യൻ. അതിനും എയും ബിയും ഉണ്ട്. 7 മാർക്ക് ഈച്ച് ആണ്. ഓക്കെ, വെരി ഗുഡ് ക്വസ്റ്റ്യൻ ആണ്. ന്യൂമറിക്കലാണ്, അതുകൊണ്ട് നമുക്ക് കുറച്ച് ലാഭമാണ്. സമയം നമുക്ക് പെട്ടെന്ന് കഴിയും. നോക്കിയേ, എ സോയിൽ സാമ്പിൾ ഇൻ എ വേരിയബിൾ ഹെഡ് പെർമിമീറ്റർ ഈസ് 100 mm ഇൻ ഡയമീറ്റർ ആൻഡ് 120 mm ഹൈ ആണ്. ഓക്കെ അല്ലേ? സോയിൽ സാമ്പിളിൻ്റെ കാര്യമാണ് പറയുന്നത്. സോയിൽ സാമ്പിളിൻ്റെ സൈസ് എത്രയാണ്? സോയിൽ സാമ്പിളിൻ്റെ ഡയമീറ്റർ ക്യാപിറ്റൽ DEC എത്രയാണ്? 100 mm ആണ്. അതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ലെങ്ത് എത്രയാണ്? 120 mm ഹൈ ആണ്. ദ പെർമിബിലിറ്റി ഓഫ് സാമ്പിൾ ഈസ് നോൺ ആസ്, പെർമിബിലിറ്റി ഈസ് ഗിവൺ 3 × 10⁻³ mm/s ആണ്. യൂണിറ്റ് ഒക്കെ സെയിം ആണ്, അപ്പോൾ പേടിക്കാനില്ല. ഇഫ് ഇറ്റ് ഈസ് ഡിസൈഡ് ദാറ്റ് head in the standpipe should fall from 550 mm to 300 mm in 200 seconds, determine the diameter of the standpipe. അതായത് സ്മോൾ a എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സോറി, ഡയമീറ്റർ ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇറ്റ് ഈസ് എന്താണ്? ഫോളിംഗ് പെർമിബിലിറ്റി ടെസ്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? ഫോളിംഗ് പെർമിബിലിറ്റി ടെസ്റ്റ് ആണ്. നമുക്കറിയാം ഫോളിംഗ് പെർമിബിലിറ്റി ടെസ്റ്റിൽ എന്താ പരിപാടി? വി വിൽ ബി ഹാവിങ് എ സോയിൽ സാമ്പിൾ അല്ലേ? സോയിൽ സാമ്പിൾ ആണ് എടുത്തിരിക്കുന്നത്. ഈ സോയിൽ സാമ്പിളിൻ്റെ ഏരിയ എത്രയാണ്? A ആണ്. The soil sample is having an area of A ആണ്, and it is having a length of എത്രയാണ്? L ആണ്. It is having a length of L ആണ്. Okay, let's say it is placed in a beaker. Okay, ഈ സോയിലിൻ്റെ ഈ ഒരു ലെവലിൽ നമുക്ക് വാട്ടർ ലെവലുമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഈ സോയിലിലേക്ക് നമ്മളൊരു ചെറിയ ഡയമീറ്ററുള്ള പൈപ്പ് നമ്മൾ എന്ത് ചെയ്യണം? ഇൻസേർട്ട് ചെയ്യണം അല്ലേ? ചെറിയ ഡയമീറ്ററുള്ള ഒരു പൈപ്പ് ഇൻസേർട്ട് ചെയ്യണം. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക?
ദിസ് ഇസ് ടേംഡ് ആസ് സ്റ്റാൻഡ് പൈപ്പ്, എല്ലാവർക്കും അറിയാം സ്റ്റാൻഡ് പൈപ്പ്. ആൻഡ് അതിൻ്റെ ഏരിയ ആണ് എന്ത്, ആൻഡ് ഏരിയ ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പ് ഈസ് ഈക്വൽ ടു ആണ് നമ്മൾ സ്മോൾ എ എന്ന് പറയുന്ന സിമ്പിൾ കൊടുക്കുന്നത് അല്ലേ. യെസ്, ഇനീഷ്യലി വാട്ടർ ലെവൽ എവിടെയായിരിക്കും, ഇനീഷ്യലി വാട്ടർ ലെവൽ ഇവിടെയാണ്. ഓക്കെ, നമ്മൾ ഇതിലൂടെ എങ്ങനെ വാട്ടർ പാസ് ചെയ്യാണ് ത്രൂ ദി സോയിൽ സാമ്പിൾ, അത് സോയിലിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് അല്ലെ ഈ വാട്ടർ എന്ത് ചെയ്യും, നിങ്ങൾ സ്റ്റാൻഡ് പൈപ്പ് വഴി പെനിട്രേറ്റ് ചെയ്യുന്ന വാട്ടർ ഇതിലൂടെ ഇങ്ങനെ പാസ് ചെയ്യും. ക്ലിയർ? സോ അതായത് ഇനീഷ്യൽ വാട്ടർ ലെവൽ എത്രയായിരിക്കും, ലെറ്റ്സ് എത്രയാണ്, യെസ് എച്ച് ആണ്. ആൻഡ് ഫൈനൽ വാട്ടർ ലെവൽ കുറച്ചുകൂടി കഴിഞ്ഞാൽ വാട്ടർ ലെവൽ കുറയില്ലേ. സോ ലെറ്റ്സ് ഈ വാട്ടർ ലെവൽ എന്ന് പറയുന്നത് എത്രയാണ്, H2 ആണ്. ദെൻ ഇനീഷ്യൽ വാട്ടർ ലെവൽ എത്രയായിരുന്നു, ലെറ്റ്സ് H1 ആണ്, ലെറ്റ്സ് H1 ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ദ വെരി ഫേമസ് ഇക്വേഷൻ, ഫാളിംഗ് പെർമിയബിലിറ്റി ടെസ്റ്റിൻ്റെ ഇക്വേഷൻ പറയൂ. യെസ്, യു ടെൽ മീ ദ ഇക്വേഷൻ, യു ടെൽ മീ ദ ഇക്വേഷൻ. ഇക്വേഷൻ എഴുതുന്നതിന് 3 മാർക്കാണ്. ഇക്വേഷൻ എഴുതുമ്പോൾ നമ്മൾ എന്തുകൂടി കാണിക്കണം, വേരിയബിൾസ് എല്ലാം കാണിക്കണ്ടേ, ക്യാപിറ്റൽ എ കാണിക്കണം, സ്മോൾ എ കാണിക്കണം, ക്യാപിറ്റൽ എൽ കാണിക്കണം, H1 H2 കാണിക്കണം. ഓക്കെ അല്ലേ? യെസ്, എന്നിട്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് പെർമിയബിലിറ്റി കെ ഈസ് ഈക്വൽ ടു പറയൂ 2.303. യെസ്, സ്മോൾ എ ഇൻറ്റു ക്യാപിറ്റൽ എൽ ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ ഇൻറ്റു ടി ഇൻറ്റു ലോഗ് ഓഫ് യെസ് H1 ബൈ H2 ആണ് അല്ലേ, H1 ബൈ H2 ആണ്. യെസ്, ദിസ് ഈസ് ഇക്വേഷൻ, ദിസ് ഈസ് ഇക്വേഷൻ. എ എന്താണോ, സ്മോൾ എ എന്താണ്, ഏരിയ ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പ്, ക്യാപിറ്റൽ എൽ എന്താണ്, ലെങ്ത് ഓഫ് ദ സോയിൽ സ്പെസിമൻ, ലെങ്ത് ഓഫ് ദ സോയിൽ സ്പെസിമൻ ക്യാപിറ്റൽ എൽ, ആൻഡ് ക്യാപിറ്റൽ എ എന്താണ്, ഏരിയ ഓഫ് ദ സോയിൽ സ്പെസിമൻ, H1 എന്താണ്, ഇനീഷ്യൽ ഹെഡ്, H2 എന്താണ്, ഫോളിംഗ് ഹെഡ്, ടി എന്താണ്, ടി എന്താണ്, യെസ് ഇറ്റ് ഈസ് എ ടൈം റിക്വയർഡ്, ടി എന്താണ്, യെസ് ഇറ്റ് ഈസ് എ ടൈം at which H1 എന്ന് പറയുന്ന ഹെഡ് എങ്ങോട്ട് ഡ്രോപ്പ് ആവും, H2 എന്ന് പറയുന്ന ഹെഡിലേക്ക് ഡ്രോപ്പ് ആവുന്ന സമയമാണ് എന്ത്, ടൈം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? സോ ദിസ് ഇസ് ഇക്വേഷൻ 4, ദിസ് ഇസ് ഇക്വേഷൻ 4K. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ഇതിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, നിങ്ങളുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വെരി സിമ്പിൾ സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എവറിത്തിങ് ഈസ് ഗിവൺ ടു us, എവറിത്തിങ് ഈസ് ഗിവൺ ടു us. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ഓക്കെ, സോ ഈ ഒരു ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ, ഈ ഒരു ഫിഗറും ഇക്വേഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്കാണ് കിട്ടുന്നത് പറയൂ, 3 മാർക്കാണ് കിട്ടുന്നത്. ക്ലിയർ അല്ലേ? ഇവർ കിട്ടി 7 മാർക്കിൽ 3 മാർക്ക് ആ ഫിഗറിനും ഈ ഇക്വേഷനും ഉണ്ട്. ഇക്വേഷൻ എഴുതിയാൽ മാത്രം പോരാ, വേരിയബിൾ എന്തൊക്കെയാണെന്ന് എഴുതുകയും വേണം. ഓക്കെ, എ എന്താണെന്ന് എഴുതണം, എൽ എന്താണെന്ന് എഴുതണം, ക്യാപിറ്റൽ എ, സ്മോൾ ടി, H1 H2 എന്ന വേരിയബിൾ എല്ലാം എഴുതണം. ഈസ് ആർ ഓക്കെ? യെസ്, അപ്പം 3 മാർക്ക് കിട്ടും, ഫിഗറും വരയ്ക്കുക. നെക്സ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത വാല്യൂ കെ എത്രയാണ് തന്നിരിക്കുന്നത്, 3 × 10⁻³ mm/s ആണ്. ഓക്കെ, ദെൻ 2.303. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, എന്താണ് കണ്ടുപിടിക്കേണ്ടത്, യെസ് എ എന്ന് പറഞ്ഞാൽ ഏരിയ ആണ്. ആൻഡ് ഏരിയ ഈസ് ഈക്വൽ എന്താണോ, π/4 ഡയമീറ്റർ ആണ്, d². ഓക്കെ, ആൻഡ് സിമിലർലി ഈ ഏരിയ എന്താണ്, ഏരിയ ഓഫ് ദ സോയിൽ സാമ്പിൾ ആണ്. നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, π/4 ക്യാപിറ്റൽ d² എന്ന് എഴുതാം, ക്യാപിറ്റൽ d² എന്ന് എഴുതാം അല്ലേ. സോ π/4 ക്യാപിറ്റൽ d², π/4 സ്മോൾ d². കണ്ടുപിടിക്കുന്നത് എന്താണ്, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദിസ് പൈപ്പ്. ഓക്കെ, വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ദ ഡയമീറ്റർ ഓഫ് ദ സ്റ്റാൻഡ് പൈപ്പ് ആണ്. യെസ്, സോ സ്മോൾ എക്ക് പകരം എന്ത് കൊടുക്കാം നമുക്ക്, സ്മോൾ എക്ക് പകരം π/4 സ്മോൾ d² എന്ന് കൊടുക്കാം, ഇൻറ്റു എൽ എത്രയാണ് 120 mm എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, സോ യൂണിറ്റ് എഴുതുന്നില്ല. ഡിവൈഡ് ബൈ ക്യാപിറ്റൽ എ എത്രയാണ്, π/4 ക്യാപിറ്റൽ d², ക്യാപിറ്റൽ d² തന്നിട്ടുണ്ട് എത്രയാണ് 100 mm² എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, 100² എന്ന് തന്നിട്ടുണ്ട്. ദെൻ ടൈം ഈസ് 200 സെക്കൻഡ് എന്ന് തന്നിട്ടുണ്ട്, 200 സെക്കൻഡ് ഇൻറ്റു പിന്നെ എന്താ വേണ്ടത്, യെസ് ദെൻ ലോഗ് ഓഫ് H1 എത്രയാണ് 550 എന്ന് തന്നിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഡ്രോപ്പിംഗ് ടു ദ ഹൈറ്റ് എത്രയാണ്, ഐ ഗസ് ഇറ്റ് ഈസ് 300 mm, 300 mm എന്ന് പറയുന്ന ഹൈറ്റിലേക്ക് ഡ്രോപ്പ് ചെയ്യാണ്. ഇതാണ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, സോ നിങ്ങൾ π/4 ഇവിടുന്ന് കാൽക്കുലേറ്റ് ക്യാൻസൽ ആയി പോകും. സോ അതിൻ്റെ സമയം നമ്മൾ കളയണ്ട. ദ ഓൺലി അൺനോൺ ഈസ് d² ആണ്. ഓക്കെ, യു വിൽ ഗെറ്റ് യെസ് d² ഈസ് ഈക്വൽ ടു നിങ്ങൾക്ക് എത്ര കിട്ടിയത്, ദിസ് ഇസ് ഏകദേശം 83.33 യെസ് mm² എന്നാണ് കിട്ടുക, mm² എന്നാണ് നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ആൻഡ് ഫ്രം വിച്ച് d will be equal to 9.13 mm എന്ന് കിട്ടും, 9.13 mm എന്ന് കിട്ടും. ഓക്കെ, ഇതും കൂടി എഴുതി നിങ്ങൾ അണ്ടർലൈൻ ചെയ്യുമ്പോൾ ഹൗ മച്ച് മാർക്ക് യു ആർ ഗെറ്റിംഗ്, യെസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നിങ്ങൾ യെസ് ഏരിയ കാണുമ്പോൾ നിങ്ങൾക്ക് യെസ് ബാക്കി 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണ്. ഓക്കെ, ബാക്കി 4 മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടുകയാണ്. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇത് കാൽക്കുലേറ്റ് ചെയ്യുക, യെസ് യു വിൽ ഗെറ്റ് ആൻ ആൻസർ ഓഫ് 9 mm ഓർ 9.33 mm. ക്ലിയർ, 9.13 mm. യെസ്, യൂണിറ്റ് എഴുതണേ, യൂണിറ്റ് എഴുതാൻ ആരും മുന്നോട്ട് പോകരുത്. സോ ഇതാണ് നമ്മുടെ ഇത് 14ാമത്തെ ക്വസ്റ്റിൻ്റെ എ പാർട്ട്, 14ാമത്തെ ക്വസ്റ്റിൻ്റെ എ പാർട്ടാണ്. യെസ്, നൗ ലെറ്റ്സ് മൂവ് ടു ദ സെക്കൻഡ് പാർട്ട്, ദാറ്റ് ഈസ് ബി. 14ാമത്തിൻ്റെ ബി ആണ്. ഡിറ്റർമൈൻ ദ റേഷ്യോ ഓഫ് ആവറേജ് കോഎഫിഷ്യന്റ് ഓഫ് പെർമിബിലിറ്റി. റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്.
of permeability in the horizontal to the vertical direction for a deposit consists of 3 layers of 2 meter, 1.5 and 4 meter having coefficient of permeability 3.5 into 10 to minus 5, 4.5 into 10 to minus 5, 1.5 into 10 to minus 5 meter per second. Very direct question. ഇതിലും direct question വേറെ വരാനില്ല. K horizontal divided by K vertical കണ്ടുപിടിക്കുക എന്നുള്ളതാണ് question. Clear? Yes. So let's find out the K horizontal and K vertical and mark distribution എങ്ങനെ നോക്കാം നമുക്ക്. Okay, നിങ്ങൾ K horizontal കണ്ടുപിടിച്ചാൽ 3 മാർക്കാണ്, K vertical കണ്ടുപിടിച്ചാൽ 3 മാർക്കാണ്, and അതിന്റെ റേഷ്യോ കണ്ടുപിടിച്ചാൽ 1 മാർക്ക്. That's how you are getting 7 marks. Clear? Yes. So let's find out. ആദ്യം നിങ്ങൾ എന്ത് എഴുതണം? Yes, you can draw the figure first. Okay. So soil sample ഇങ്ങനെ ഉണ്ടാവുക. ഏകദേശം let's say നമ്മൾ ഇങ്ങനെ ഒരു piece of soil mass എടുത്തു. അതിന്റെ different layers ആണ് കാണിച്ചിരിക്കുന്നത് അല്ലേ? Yes, soil massന്റെ H1 എത്രയാണ്? I guess that is 2 meter ആണ്. പിന്നെ എത്രയാണ്? Z1 എന്ന് കൊടുക്കാം. Okay. Let's mark that as ആദ്യത്തെ ഡെപ്ത് എത്രയാണ്? Z1 ആണ്. പിന്നത്തെ ഡെപ്ത് എത്രയാണ്? Z2. That is equal എത്ര കിട്ടുന്നത്? Yes, 1.5 meter ആണ്. 1.5 meter ആണ്. പിന്നെയുള്ള ഡെപ്ത് എത്രയാണ്? Z3 എന്ന് കൊടുക്കാം. That is equal to 4 meter ആണ്. 4 meter ആണ്. Then നോക്കിയേ K1 എത്രയാണ്? K2 എത്രയാണ്? K3 എത്രയാണ് പറയൂ? Yes, I guess 3.5 into 10 raised to minus 5 meter per second ആണ്. This is 4.5 into 10 raised to minus 5. Then this is 1.5 into 10 raised to minus 5 ആണ്. ഇതൊക്കെയാണ് ഡാറ്റ തന്നിരിക്കുന്നത്. ഓക്കെ, സോ സോയിൽ ഡെപ്ത് തന്നിട്ടുണ്ട്, ഓരോ ലെയേഴ്സിൻ്റെയും എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പെർമിബിലിറ്റി തന്നിട്ടുണ്ട്. യെസ്, നമുക്കറിയാം K ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു എന്താ ഇക്വേഷൻ? സമ്മേഷൻ ഓഫ് KI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI ആണ് അല്ലേ? അതായത് നമ്മൾ എങ്ങനെ എഴുതേണ്ടത്? ദാറ്റ് ഈസ് K ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു, നോക്കിയ ഫോർമുല എഴുതുന്നൊക്കെ മാർക്കുണ്ട്, K1 Z1 പ്ലസ് K2 Z2 പ്ലസ് K3 Z3. ക്ലിയർ? യെസ്, 2 കൺഫ്യൂഷൻ ആവരുത്. ദിസ് ഈസ് K2 Z2 ആണ് ഡിവൈഡ് ബൈ Z1 പ്ലസ് Z2 പ്ലസ് Z3 ആണ്. സോ ദിസ് ഈസ് ഇക്വേഷൻ. സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ. ഓക്കെ, നോക്കിയേ K1 എത്രയാണ് പറയൂ? ഇറ്റ് ഈസ് 3.5. നോക്കിയാൽ എല്ലാത്തിലും എന്തുണ്ട്? കെയിൽ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും 10 raised to minus 5, 10 raised to minus 5, 10 raised to minus 5 ഉണ്ട്. നമുക്കത് കോമൺ ആക്കി പുറത്ത് വെക്കാം, അതല്ല നല്ലത്. യെസ്, സോ 3.5 ഇൻറ്റു Z1 എത്രയാണ്? Z1 2 ആണ് പ്ലസ് K2 എത്രയാണ്? 4.5 ഇൻറ്റു Z2 എത്രയാണ്? 1.5 ആണ് പ്ലസ് K3 എത്രയാണ്? 1.5 ആണ് ആൻഡ് Z3 എത്രയാണ്? 4 ആണ് ഇൻറ്റു ഹോൾ ഇൻറ്റു എന്താണ്? ഇവർക്ക് എല്ലാവർക്കും കൂടി കോമൺ ആയിട്ട് എന്തുണ്ട്? ഇൻറ്റു 10 raised to minus 5 ഉണ്ട് അല്ലേ? ഇൻറ്റു 10 raised to minus 5 ഡിവൈഡ് ബൈ Z1 എത്രയാണ്? യെസ്, ഇറ്റ് ഈസ് 2 പ്ലസ് Z2 ഈസ് 1.5 പ്ലസ് Z3 ഈസ് 4 ആണ്. ഓക്കെ, സോ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് K ഹൊറിസോണ്ടൽ ഈസ് ഈക്വൽ ടു. ഇതിന് മാർക്ക് ഉണ്ട്. യെസ്, സ്റ്റെപ്പ് എന്താണ്? 1 മാർക്ക് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ എഴുതുന്നതാണ് ആൻഡ് 2 മാർക്ക് നിങ്ങൾക്ക് K ഹൊറിസോണ്ടൽ എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നതിലാണ്. ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് യു വിൽ ഗെറ്റ് ദാറ്റ് ആസ് 2.63 ഇൻറ്റു 10 raised to minus 5 meter per second. എടോ യൂണിറ്റ് എഴുതണേ എന്ന വാല്യൂ കിട്ടും. അണ്ടർലൈൻ ചെയ്യാം. ഇതും കൂടി എഴുതിയാൽ നിങ്ങൾക്ക് 3 മാർക്ക് കിട്ടും. ഓക്കെ, KH കണ്ടുപിടിച്ചു, 3 മാർക്ക് കിട്ടി. സിമിലർലി ഫൈൻഡ് ഔട്ട് KB. ആദ്യം KBയുടെ ഇക്വേഷൻ എഴുതാം. ദാറ്റ് ഈസ് K വെർട്ടിക്കൽ, ദാറ്റ് ഈസ് സമ്മേഷൻ ഓഫ് ZI ഡിവൈഡ് ബൈ സമ്മേഷൻ ഓഫ് ZI ബൈ KI. ZI ബൈ KI ആണ്, അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നിവർത്തി എഴുതാം. ദാറ്റ് ഈസ് KB ഈസ് ഈക്വൽ എന്താണ്? Z1 പ്ലസ് Z2 പ്ലസ് Z3 ഡിവൈഡ് ബൈ Z1 by K1 plus Z2 by K2 plus Z3 by K3. Okay, substitute the value. That is KV is equal to Z1 എത്രയാണ്? I guess 2 plus Z2 എത്രയായിരുന്നു? 1.5 plus Z3 എത്രയായിരുന്നു? 4 divided by Z1 is 2 divided by K1 is 3.5 അല്ല, താഴെയല്ല ഇൻറ്റു 10 raised to minus 5 വരിക. യെസ്, പ്ലസ് K2 is എത്രയാണ്? യെസ്, യു ക്യാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ദ 10 raised to minus 5 താഴെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, എന്നിട്ട് അത് മുകളിലേക്ക് വരും. ഓക്കെ, there is no scene about that. That is Z2 divided by എത്രയാണ്? Z2 എത്രയാണ്? 1.5 ആണ് ആൻഡ് K2 എത്രയാണ്? വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് K2? How much is K2? It is 4.5 into 10 raised to minus 5 into plus. Yes, then 4 divided by it is 1.5 അല്ലേ?
ഇൻറ്റു എന്താ വരിക, ഇൻറ്റു 1 ആണ് വരിക. സോ മുകളിലേക്ക് എന്ത് വരും, 10⁻⁵ എന്ന് വരും. ക്ലിയർ അല്ലേ? യെസ്, അത് നിങ്ങൾ കോമൺ ആക്കി എടുത്തിട്ട് നിങ്ങൾക്ക് പുറത്തേക്ക് ഇടാം. എവറി വാല്യൂസ് ഗെറ്റ് ക്യാൻസൽ. ക്ലിയർ? യെസ്. ഈസ് ദാറ്റ് ഓക്കെ? യെസ്, ഇത് കാൽക്കുലേറ്റ് ചെയ്താൽ ഇഫ് യു കാൽക്കുലേറ്റ് ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ യു വിൽ ഗെറ്റ് kV is equal to 2.1 into 10⁻⁵ m/s എന്നാണ് കിട്ടുക. ഓക്കെ, യു വിൽ ഗെറ്റ് 2.1 into, യെസ്, ഇതും കൂടി എഴുതി അണ്ടർലൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അടുത്ത 3 മാർക്ക്. സോ ഇവിടെ എത്ര കിട്ടി നിങ്ങൾക്ക്? ഇവിടെ 3 മാർക്ക് കിട്ടി, ഇവിടെ 3 മാർക്ക് കിട്ടി. ആൻഡ് മോൾ എത്ര മാർക്ക് കിട്ടി? KH കണ്ടുപിടിച്ചപ്പോൾ, യെസ്, വെൻ യു ഫൈൻഡ് ഔട്ട് KH കണ്ടുപിടിച്ചപ്പോൾ നിങ്ങൾക്ക് എത്ര കിട്ടി? നിങ്ങൾക്ക് വേറെ 3 മാർക്ക് കിട്ടി. ഇനി നിങ്ങൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? യെസ്, KH/kV അല്ലേ? ദെൻ ദ റേഷ്യോ അവർ ചോദിച്ചെന്താണ്? KH/kV കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് അടുത്ത വാല്യൂ കിട്ടും. ദാറ്റ് ഈസ് 2.63 ഇൻറ്റു 10 KH/K3 അല്ലേ? kV/K3 ആണോ? KH/kV ആണ്. 10⁻⁵ ഡിവൈഡ് ബൈ 2.1 ഇൻറ്റു 10⁻⁵. ദാറ്റ് ഈസ് ഈക്വൽ ടു, യെസ്, 1.253. 1.253. യെസ്, 1.253 യെസ് എന്ന് പറയുന്ന റേഷ്യോ കിട്ടും. ക്ലിയർ അല്ലേ? ഇത് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 മാർക്ക് കൂടി കിട്ടും. ദാറ്റ് ഈസ് 3 + 3 + 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 7 മാർക്സ്. ക്ലിയർ? ഇങ്ങനെയാണ് നമുക്ക് മൊത്തത്തിൽ 7 മാർക്ക് ഇവിടെ കിട്ടുന്നത്. ക്ലിയർ അല്ലേ? യെസ്. സോ ദാറ്റ് ഈസ് ദ എൻഡ് ഓഫ് മൊഡ്യൂൾ 2. സോ KTU, അതായത് കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി അല്ലെ, S4 സെമ്മിന് വേണ്ടി കണ്ടക്ട് ചെയ്തിട്ടുള്ള ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ് എക്സാമിൻ്റെ മൊഡ്യൂൾ 2 സൊല്യൂഷനാണ് നമ്മൾ കണ്ടത്. മൊഡ്യൂൾ 3യുടെ സൊല്യൂഷൻ നമുക്ക് അടുത്ത സെഷനിൽ കാണാം. ഓക്കെ, സോ ടിൽ ദെൻ താങ്ക് യു.